വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. അടുത്ത വാക്യം, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാട്ടുകാർക്കല്ല, രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുകയല്ല, അധികം അടുത്തിരിക്കുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അതിമനോഹരമായ ഒരു ലോകം. 2019 ഒരു മാസത്തോട് നമ്മളെ ഈ 4 മണിക്കൂറുകൾക്കകം വിട പറയും. 4 മണിക്കൂർ കഴിയുമ്പോൾ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത 2019 2-ാമത്തെ മാസത്തെ നമ്മൾ വരവേൽക്കും. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ യുവത്വത്തിലേക്ക് കുതിച്ചു കയറുന്ന ഒരു ലോകമാണ്. 6500 ഭാഷകൾ സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും ചേർത്ത് 750 കോടിയിൽ പരം ജനം, യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 200 പരം രാജ്യം, അതിസുന്ദരമായ ലോകം, എല്ലാവിധമായ സംവിധാനങ്ങളും, മനുഷ്യർ സന്തോഷിക്കുന്ന കാലം, മനുഷ്യൻ്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും മതിയോളം ആസ്വദിക്കുന്ന ഒരു പുതിയ തലമുറ. ശാസ്ത്രത്തിൻ്റെ നേട്ടത്തിൽ കിടിലം കൊള്ളുന്ന ഒരു ലോകം. എത്ര സൗകര്യമാണ്! പഴയ കാലം മാറിയില്ലേ? ഒറ്റ വാക്കിൽ പറയാം, വേൾഡ് ഈസ് ഓൺ ഫിംഗർ ടിപ്പ്. നിങ്ങളുടെ വിരൽ തുമ്പിൽ ലോകം ഇരിക്കുന്നു. എങ്ങും പോകണ്ട, കയ്യിലിരിപ്പുണ്ട് ലോകം, ഇല്ലേ? വിരലോട്ടൊന്ന് ഞെക്കിയാൽ ലോകം നിങ്ങളുടെ മുമ്പിൽ. അത്ര മനോഹരമായ ഒരു കാലം. എല്ലാ സംവിധാനങ്ങളും ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം സൗകര്യങ്ങളാണ്! മധ്യ കേരളത്തിലെ സഹോദരിമാരുടെ വലിയൊരു തലവേദനയ്ക്ക് ഇത് ജപ്പാൻകാർ ഉത്തരം തന്നു. വീട്ടിലെ പ്രൈസ് ദി ലോർഡ് എല്ലാ ജോലിക്കും ആളിനെ കിട്ടും, കിച്ചൺ വർക്കിന് ആളിനെ കിട്ടത്തില്ലല്ലേ? എന്തൊരു ശമ്പളം കൊടുക്കണം, കിട്ടിയാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതിനിതാ പരിഹാരം. വേണ്ടി ഒരു രാജു പോകാല പാഷോട് പറയും, ബുക്ക് ചെയ്ത് കൈ തരും. നല്ല സുന്ദരി പെണ്ണ്, ശമ്പളമില്ല, സ്തോത്രം, വരുമ്പോൾ മാത്രം ഒരു തുക കൊടുത്താൽ മതി. എന്നാ നല്ല സുന്ദരിയാണ്, ഞാനവിടെ ഫോട്ടോ കണ്ടു. നല്ല ചാടി അവൾ ജോലി ചെയ്യും. ഒരു പരിപാടി അവൾ ചെയ്യത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. പറയുന്നത് കറി അതുപോലെ വെക്കും. അപ്പച്ചനെ പാമ്പർ കിടത്തി സ്പഞ്ച് ചെയ്യും, കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കും. നോക്കിക്കേ, മനോഹരമായ വേല ചെയ്യുന്ന സുന്ദരിയായ പെൺകുട്ടി. ഒരു പൈസയും കൊടുക്കണ്ട. പിന്നെ 3.5 ആഴ്ച കൊണ്ടുള്ള 5 ബാറ്റ്സി അവിടെ വയറ് തുറന്ന് മാറി വെച്ചാൽ മതി. ആ പെണ്ണിൻ്റെ പേരാ മൈ സ്പൂൺ. സ്തോത്രം. ഇറങ്ങിക്കഴിഞ്ഞ ഒരു ലോകം. ശരീരത്തിൻ്റെ അന്തര അവയവങ്ങൾ പറിച്ചു മാറ്റുന്ന ഒരു ലോകമല്ലേ? കിഡ്നി, ഹാർട്ട്, ലിവറ് പണ്ടൊക്കെ കേട്ടാണ്ട് പേടിയാ. കാറിൻ്റെ ടയർ മാറ്റുന്ന പോലെ മാറ്റുന്നില്ലേ? ഒരു സർജറി കഴിഞ്ഞ വർഷം നടക്കേണ്ടതാ, അടുത്ത വർഷം നടക്കാൻ പോകുന്നു. അടുത്ത വർഷം എന്ന് വിചാരിക്കുന്നു. 2020 ലോകം ഉറ്റുനോക്കുന്നു. ആ ഹാർട്ടും കിഡ്നിയും ലിവറും ഒന്നുമല്ല മാറ്റിവെക്കാൻ പോകുന്നത്, ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. പ്രസിദ്ധ സർജൻ, ഇറ്റാലിയൻ സർജൻ ഡോക്ടർ സാരിഗോ കോണവറോ ചെയ്യാൻ പോകുന്നത് തല മാറ്റിവെക്കും. സെറിബ്രൽ ഹെമറേജോ, തലച്ചോറിന് ഡാമേജോ, പ്രശ്നങ്ങളോ വന്ന തല മാറ്റിവെച്ച് വേറെ പുതിയ തല വെക്കുന്ന പരിപാടി. നോക്കിക്കേ, മലയാളിയുടെ ഭാഷയെ ചാക്കോച്ചൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് അച്ചാമ്മയുടെ തല തുന്നിച്ചേർക്കും. അപ്പോൾ തന്നെ ഒരു പറ്റം ഡോക്ടർമാർ ചോദിക്കുന്നു, ആ ശരീരം പിന്നെ ചാക്കോച്ചനായിരിക്കുമോ അച്ചാമ്മയായിരിക്കുമോ? കാണാനായിട്ട് ഞാനും കാത്തിരിക്കുക. മലയാളികൾക്കെല്ലാം സന്തോഷിക്കാം. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ സന്തോഷിക്കാം. വ്യക്തിപരമായി നമ്മുടെ ഒരു മലയാളി ഡോക്ടർ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നു, പകുതി കണ്ടുപിടിച്ചു. വ്യക്തിപരമായിട്ട് ഞാൻ സന്തോഷിക്കുന്നത് അദ്ദേഹം എൻ്റെ കുടുംബക്കാരനാണ്. അതുകൊണ്ടാണ്. ആ ഡോക്ടറുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, മലയാളികൾക്ക് സുപരിചിതനാണ്. ഒരു കാർഡിയോളജിസ്റ്റ് സർജനാണ്, ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം ചെയ്യാൻ പോകുന്ന പരിപാടി എന്നറിയോ? ഒരു ഹാർട്ടിലൂടെ പിടിപ്പിക്കുക. സ്തോത്രം. ഇതിന് തട്ടിപ്പ് വന്നാൽ ഇപ്പുറത്തൊരെണ്ണം കൂടെ. 2 ഹാർട്ട്, കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്ക്, സംശയമുള്ളവർക്ക് ചെന്നാൽ മതി. അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് 2 ഹാർട്ടായി പോകും. അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് വേറൊരു പട്ടിയുടെ ഹാർട്ട് ചെന്നൈയിൽ, അത് ഒരു രാത്രി യാത്ര ചെയ്താൽ പോയി കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹാർട്ട് പട്ടിക്കുണ്ട്, അതിനോട് ഒന്നുകൂടെ പിടിപ്പിച്ച് പട്ടി സൂപ്പറായിട്ട് നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചെന്നൈ ഗവൺമെൻറ്റിനും ഡൽഹിക്കും അപേക്ഷ കൊടുത്തിരിക്കുക, എനിക്ക് മനുഷ്യനിൽ ഇത് പരീക്ഷിക്കാൻ അനുവാദം തരണം. അങ്ങനെ ഹാർട്ട് വരെ 2 എണ്ണം വെക്കാൻ പോകുന്നു. നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരൻ വന്നാൽ 400 രൂപയിലും കുറഞ്ഞു കൊടുക്കണ്ടേ മിനിമം? നിങ്ങളുടെ എൻ്റെ വീട്ടിലൊരു അങ്കിളുണ്ട്. ആ അങ്കിളിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്നില്ല. സ്വത്രം. എന്തെല്ലാം ജോലിയാണ് അങ്കിളിനെ കൊണ്ട് ചെയ്യിക്കുന്നത്.
അതോ രാത്രി വിളിച്ചാലും റെഡി, ഒരു ദുഃഖവുമില്ലാതെ പറയുന്ന ഒരു അങ്കിള്. ഒരു ഡോക്ടർ പറയുക, എനിക്കൊരു സ്പെഷ്യൽ പേഷ്യൻ്റ് ഉണ്ട്, വലിയ BP കൂടി നിൽക്കുക, എനിക്ക് മരുന്ന് കൊടുക്കണം, അത് ഹൈഡ്രോക്ലോറിക് തയസൈഡ് 153 എലോണായിട്ട് എവിടെ കിട്ടും, ഏത് കമ്പനിയുടെ കിട്ടും? ഉടനെ പുള്ളി പറയും അത് ലാക്സോയ്ക്ക് കിട്ടുമോ? ഉടനെ ഡോക്ടർ ഇല്ല ഡോക്ടറെ, അത് ആബട്സിനെ കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഉടനെ ഒരു പെങ്കൊച്ചി ചോദിക്കുക, അങ്കിളെ ചന്ദ്രനിൽ പോകാൻ എന്നാ ദൂരം? അങ്കിള് പറയും, ആ അങ്കിള് നിങ്ങളുടെ എല്ലാം വീട്ടിൽ കയ്യിലുണ്ട്, ആ അങ്കിളിൻ്റെ പേരാ ഗൂഗിള്. അപ്പം പിടി കിട്ടി. കണ്ടോ, ഒരു ഇലക്കാരന് ഒരു ദിവസം 500 രൂപയിലും കൊടുക്കണം, ഈ അങ്കിളിന് ഒരു മാസം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ സുന്ദരമായ ഒരു ലോകത്തിൽ കഴിയുന്ന തിരുവല്ല നിവാസികളെ, ഇതിനൊരു മറുവശമുണ്ട്. ഈ ലോകം 650 750 ആളുകളെയും കൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ ബെൽറ്റേ ഉള്ളൂ, രക്ഷയുടെ ബെൽറ്റ്. അത് കെട്ടിയിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കിക്കേ, 750 കോടി ജനം. ഇതിൽ ദൈവ മക്കൾക്കല്ലാതെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? തലമുറകൾക്കുള്ള സ്വത്തുക്കൾ കാണും, എഴുതി തീരാത്ത ഡിഗ്രി കാണും, സ്ഥാനമാനങ്ങളും പദവികളും കാണും, അധികാരങ്ങൾ കാണും, ഇല്ലേ? മക്കളും പുത്രസമ്പത്തും ഇഷ്ടം പോലെ. പക്ഷെങ്കിൽ മനുഷ്യവർഗത്തിൽ നിന്നും മരീചിക പോലെ സമാധാനം അകലുകയാണോ? തീവ്രവാദത്തിന് മലങ്ങേടിയിടാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുന്നുണ്ടോ? ഏതെങ്കിലും രാജ്യത്തിൽ സമാധാനമുണ്ടോ? വേണ്ട. ഏതെങ്കിലും നാൽക്കവലെ സമാധാനമുണ്ടോ? രാവിലെ പേപ്പറോ മറ്റു വാർത്താ മീഡിയങ്ങളോ വായിക്കാനൊരു കിടിലമല്ലേ? ഇന്ന് എന്നതാ കേൾക്കാൻ പോകുന്നു? തീർന്നോ? സമ്പദ്ഘടനയുടെ തകർച്ച കണ്ടോ? രോഗമില്ലാത്ത ഒരു വ്യക്തി ഇതിനകത്തിരിപ്പുണ്ടോ? സംഗതി മാറുന്നത് കണ്ടോ? സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോയോ? എത്ര നിരപരാധി പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. സ്വപ്നങ്ങൾ തകർന്ന് വിവാഹ ജീവിതം തകർത്ത്. നോക്കിക്കേ, മനുഷ്യവർഗത്തിനെ മാത്രം ദൈവം തമ്പുരാൻ തന്നൊരു സ്റ്റാറ്റസാണ് ഫാമിലി ലൈഫ്. വേറെ ഒരു ജീവജാലങ്ങൾക്ക് ഫാമിലി ലൈഫ് ദൈവം കൊടുത്തിട്ടില്ല. അതിനിട്ട് സാത്താൻ കത്തി വെച്ചില്ലേ? ഇതുപോലെ ഡിവോഴ്സ് പെരുകിയ ഒരു കാലമുണ്ടോ? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ 50-50 ബിസ്ക്കറ്റ് അല്ല, 100 വിവാഹം നടന്ന 50 പോയെന്ന്. നമ്മുടെ ഇവിടെ ഏതാണ്ട് 30-70. തകർന്നോ? മാതാപിതാക്കളോട് പഴയ ബഹുമാനവും സ്നേഹവും കുഞ്ഞുങ്ങൾക്കുണ്ടോ? സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ, പഴയ റെസ്പെക്റ്റ് ഉണ്ടോ? സംഗതി മാറുന്ന കണ്ടോ? കുഞ്ഞുങ്ങളെ എത്ര ഓമനിച്ചും വളർത്തിക്കേ. മാതാപിതാക്കളെക്കാൾ, സഭാ നേതൃത്വത്തെക്കാൾ, അധികാരികളെക്കാൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇല്ലേ? ചിന്തിച്ചേ, സഭാ നേതൃത്വത്തെക്കാൾ, ലോകത്തിലെ ഭരണാധികാരികളെക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ അവരെ കൺട്രോൾ ചെയ്യുന്ന, ഇന്റർലോക്ക് കൺട്രോൾ, അടിയിൽ കൂടി അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഇന്നത്തെ യുവതലമുറയെ ഭരിക്കുന്നില്ലേ? എവിടെ പോകുന്ന ലോകം? പ്രകൃതി നമുക്കെതിരായില്ലേ? കാലാവസ്ഥ മതം പൊട്ടിയ ആനയെ പോലായില്ലേ? ഇത് ശാസ്ത്രാലുഗമാണ്. ഇതിനകത്തിരിക്കുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കാം 60%. ഇല്ലേ? ഏറ്റവും സംസ്കാരമുള്ള ഇന്ത്യയിലെ സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. അതിൻ്റെ ഹൃദയഭാഗത്താണ് മീറ്റിംഗ്. അതിൻ്റെ ഹൃദയഭാഗത്താണ് സ്വർഗം. രാജു പൂവക്കാല പാഷ നിർത്തിയിരിക്കുന്നത് ആത്മാക്കളെ നേടാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കഴിവുള്ളവൻ്റെ കൊടുക്കത്തുള്ള സംഗതി മനസ്സിലായോ? മിടുക്കന്മാരുടെ കൊടുക്കത്തില്ല, കഴിവുള്ളവൻ്റെ കൊടുക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ കതിരി പോലെ ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്ന എമ്മി ചാക്കോ സാറിൻ്റെ വീട്ടിൽ വെച്ചാൽ തൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കല്യാണം വിളിക്കാൻ എമ്മി ചാക്കോ സാറിൻ്റെ അവിടെ വന്നതാണ്. പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചാക്കോ സാറ് പറഞ്ഞു, ഞങ്ങൾ വലിയ ക്ലോസ് ഫ്രണ്ട്സാണ്. എന്നോട് പറഞ്ഞു, ആ പോകുന്ന ആളിനെ കണ്ടോ? അദ്ദേഹം ഒരു പ്രവചന ഭാഷയോട് പറഞ്ഞു, ഒരു നല്ല ഭാവി ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അതാ പ്രവചനം, അല്ലാതെ വീസ പറന്നു വരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഭാവി ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഒരു ബാച്ചിലറായ യുവാവിനെ നോക്കി അദ്ദേഹം പ്രവചിച്ചെങ്കിൽ, എന്നോട് പ്രവചിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രവചനം നേരിട്ട് കാണുവാൻ സ്വർഗം എനിക്ക് നിന്ന് കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഒരു വിവാഹം നടത്തേണ്ടിയിട്ടും ക്യാൻസൽ ചെയ്ത് ഞാൻ വന്നത്. ആ പ്രവചനം നിവർത്തിച്ചത് കണ്ട് സന്തോഷിക്കാനാണ്. ലോകത്തിന് എന്ത് സംഭവിച്ചു? ശാസ്ത്രം 10 ശാസ്ത്രം പറയുന്നു ഈ തലമുറയോടെ മനുഷ്യവാസത്തിന് യോഗ്യമല്ല ആയതെല്ലാം തീരും. ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറം ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. ഈ തലമുറയോടെ മനുഷ്യവാസത്തിന് യോഗ്യതയുള്ള മാറും എന്ന് 10 ശാസ്ത്രം പറയുന്നു. ഒന്നാമത്തെ ശാസ്ത്രം, പ്രകൃതി ശാസ്ത്രം പറയുന്നു 98.4 ഡിഗ്രി ചൂടിൽ മനുഷ്യന് നോർമൽ ടെമ്പറേച്ചറുള്ള മനുഷ്യർക്ക് ഇനിയും ഈ ഭൂമിയിൽ അധികം നാൾ നിവസിക്കാൻ സാധിക്കത്തില്ല. കാരണം അന്തരീക്ഷവും ഭൂമിയും ഒരുപോലെ ചൂടാകുന്നു. സ്തോത്രം. അന്തരീക്ഷവും ഭൂമിയും ഒരുപോലെ ചൂടാകുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ നോർമൽ ടെമ്പറേച്ചർ അത് തന്നെ. എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ് തെളിയിക്കുന്നത്. 98.4, സായിപ്പിന് 98, നമുക്ക് 98. ജപ്പാൻകാരൻ്റെ സായിപ്പ് വെളുപ്പായതുകൊണ്ട് 1 ഡിഗ്രി കൂടുതലില്ല, ഉണ്ട് അവന് പനിയ. എല്ലാവർക്കും 98.4 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചർ തന്നു വിട്ടിരിക്കുന്ന ആ ടെമ്പറേച്ചറിൽ ഈ ലോകത്തിൽ ഒരു രാജ്യത്ത് ജീവിക്കാനൊക്കത്തില്ല. പുറകെ സമയമുണ്ട്, തെളിയിക്കാം എന്ന് അവർ പറയുന്നു. 2, ജിയോളജിക്കൽ സയൻസ്, ഭൂഗർഭശാസ്ത്രം പറയുന്നു ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ലോകരെ ചതിക്കും. ഭൂമിയുടെ അടിയിൽ 7 പ്ലേറ്റുകളുണ്ട്. അതാണ് സയൻസ് പറയുന്നത് ഭൗമപാളി. അതാണ് വേദപുസ്തക ദൈവദാസന്മാരുടെ ഭാഷ. ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. 104:5 ആ ജിയോളജിക്കൽ സയൻസ് പറയുന്നു ആ പ്ലേറ്റുകളെല്ലാം തെന്നിപ്പോയി 2006 ശേഷം. അതുകൊണ്ട് തിരുവല്ല ഉൾപ്പെടെ, ഞാൻ താമസിക്കുന്ന കോട്ടയം ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ ഏത് സ്ഥലവും ഏത് സമയത്തും വിണ്ട് കീറാം. 3, സ്പേസ് സയൻസ്, ആകാശശാസ്ത്രം മലയാളം പറയുന്നു സംഗതി തെറ്റി. കുട്ടികൾക്ക് വരെ അറിയാം. 2ാമത്തെ തട്ട് കീറിപ്പോയി 1.25 കോടി. ഓസോൺ ഇല്ലേ, അതിനേക്കാൾ ഭയങ്കരം മേക്കൂടിടിഞ്ഞ് താഴെ വരാൻ പോകുന്നു. ആകാശം 5 തട്ട്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. മേളിലത്തെ തട്ടാണ് ഭൂമിയുടെ കോൺക്രീറ്റ്. അത് ഇടിഞ്ഞ് താഴെ വരാൻ പോകുന്നു. എങ്കിൽ എന്ത് സംഭവിക്കും? 4ാമത്തെ സയൻസ്, ഓഷ്യാനിക് സയൻസ്. ഭൂമിയുടെ സുന്ദരി ആരാന്നറിയാമോ? സിനിമാ താരങ്ങളൊന്നുമല്ല. ഭൂമിയുടെ സുന്ദരി സമുദ്രമാണ്. സമുദ്രമില്ല നമ്മൾ ജീവിക്കത്തില്ല. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഭൂമിയുടെ സുന്ദരിയായ സമുദ്രത്തിന് മാനസിക രോഗം. പ്രൈസ് ദി ലോർഡ്. മാനസിക രോഗിയായ ഒരു അമ്മയുടെ കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഭൂമിയുടെ സുന്ദരിക്ക് മാനസിക രോഗം. അങ്ങനെയാണെങ്കിൽ ആ സുന്ദരിയുടെ മടിയിലിരിക്കുന്ന ഭൂമിക്ക് എന്ത് സംഭവിക്കാം? 5, ബയോളജിക്കൽ സയൻസ്, സസ്യശാസ്ത്രം പറയുന്നു ഒരു രക്ഷയുമില്ല. തൊട്ടാവാടി മുതൽ ഇലപ്പച്ചയുള്ള എല്ലാത്തിനും രോഗം. രോഗമില്ലാത്ത ഒരു സസ്യമില്ല. നാം കഴിക്കുന്നതെല്ലാം വിഷമല്ലേ? മാരകമായ കീടങ്ങളെ തകർക്കാൻ ഇന്ത്യ ഗവൺമെൻറ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അനുവദിച്ചിരിക്കുന്നത് 35 ഈസിയ വിഷം. അതെല്ലാം കടത്തിവിട്ട് 70 വരെയാണ് കത്തിക്കുന്നത്. 10 മണിക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റും, 12:30 അങ്ങോട്ട് പറിച്ച് വെട്ടിക്കുറച്ചിലേയും വെള്ളവും തെളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ചോദിച്ചപ്പുറം ഇപ്പം പുറമറ്റത്തുനിന്ന് കൊണ്ടുവന്ന വേറെ ശരിയെന്ന്. മുഴുവൻ വിഷം. ഇത് കഴിച്ചാൽ വീട്ടിലും വിഷം അല്ലേ? നോക്കിക്കേ, സസ്യശാസ്ത്രം, ബയോളജിക്കൽ സയൻസ് പറയുന്നു ഒരു രക്ഷയുമില്ല. മനുഷ്യൻ കഴിക്കുന്നത് വിഷമാണ്. എല്ലാത്തിനും രോഗം. 10 സയൻസ്. 1, പ്രൈസ് ദി ലോർഡ്, പ്രകൃതിശാസ്ത്രം, ഈ ഭൂമിയുടെ ടെമ്പറേച്ചർ മാറുന്നു, ജീവിക്കാനൊക്കത്തില്ല. 2, ജിയോളജിക്കൽ സയൻസ്, ഏത് സ്ഥലവും എപ്പോൾ വേണമെങ്കിലും മിണ്ട് കയറാം, സംഗതി തീരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 3, സ്പേസ് സയൻസ്, മേളത്തെ തട്ട് താഴെ വരുന്നു. 4, ഓഷ്യാനിക് സയൻസ്, ആകെ കുഴയുന്നു. 5, സസ്യശാസ്ത്രം പറയുന്നു മുഴുവൻ വിഷം. 6, രാഷ്ട്രീയം, രാഷ്ട്രീയക്കാരനെ പുറകിരിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് പറയുന്നു ഒരു രക്ഷയില്ല. 400 വർഷമായി പരീക്ഷിച്ച് ഇരിക്കുന്ന പരിപാടിയാണ് ഡെമോക്രസി.
അതിൽ നിന്നുണ്ടായിരുന്നത് വേറെ പരിപാടിയാ. 16-ാം നൂറ്റാണ്ട് മുതൽ പരീക്ഷിച്ച ഡെമോക്രസി ആകപ്പാടെ കടിഞ്ഞാണില്ലാതെ പോകുന്നു. ഒറ്റ രാജ്യത്തിൽ സമാധാനമില്ല. പ്രതിപക്ഷത്തെ വെച്ചിരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ കുറവുകളെ രചനാത്മകമായി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാനും ഭരണപക്ഷത്തിൻ്റെ നന്മകളെ പുറയിൽ നിന്ന് അഭിനന്ദിക്കാനുമാണ്. ഇന്ന് തിരിച്ചാ പ്രതിപക്ഷം നിൽക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഭരണപക്ഷത്തിനുണ്ട് കുത്താനാ. എല്ലാ കേരളമല്ല, ഇന്ത്യ മുഴുവൻ നോക്കിക്കേ. സമ്പന്ന രാജ്യമായ അമേരിക്ക ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് 22 ദിവസമായി. ഇന്നലെ ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തു. ട്രംപിന് പണമില്ല, ഡെമോക്രാറ്റ് പാർട്ടി പുറകെ കുറുകെ നിന്നു. സകല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ കാര്യങ്ങൾ അസ്വസ്ഥതയിലാകുമ്പോൾ നിരീക്ഷകന്മാർ 2009 പറയുന്നു, ഇതിന് പരിഹാരം, ഇതിന് വേറെ ഒരു പരിഹാരമുണ്ട്. അതാണ് ദ ന്യൂ വേൾഡ് ഓർഡർ. ഹല്ലേലൂയ. അതിതാ വരാൻ പോകുന്നു. അതിനു മുമ്പ് ഒരു ഓർഡറുണ്ട്. ദൈവമക്കൾക്ക് ഒരു ഓർഡറുണ്ട് മേലോട്ട് പോകാൻ. ന്യൂ വേൾഡ് ഓർഡർ 2009 നിലവിൽ വന്നു. കാരണം ഈ ലോകത്തിന് 3 കാതലായ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. 1, എക്കണോമിക്കൽ ക്രൈസിസ് ഭയങ്കരം. 2, തീവ്രവാദികൾ തലനീട്ടുന്നു. 3, ആറ്റം ബോംബുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ ഒക്കാതെ വന്നാൽ ഗതികെട്ട പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും രാജ്യം ആറ്റം ബോംബ് ബ്ലാക്കിലെങ്ങാനും തീവ്രവാദികൾക്ക് കൊടുത്താൽ സംഗതി ഈ ലോകം തീർന്നു. അതുകൊണ്ട് ബുദ്ധിജീവികൾ പറയുന്നു, സാംസ്കാരിക നായകന്മാർ പറയുന്നു, യുണൈറ്റഡ് നേഷൻസ് സമ്മതിച്ചു. അവർ പറഞ്ഞതിൻ്റെ പേരാണ് ദ ന്യൂ വേൾഡ് ഓർഡർ. അതായത് എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർക്കോ പ്രസിഡന്റുമാർക്കോ പൂർണ്ണ അധികാരം, അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട. അപ്പോൾ തന്നെ ബുദ്ധിമാനും നയമുള്ളവനും തീരുമാനമെടുക്കുവാൻ പ്രാപ്തനും രാജ്യങ്ങളെ തമ്മിൽ സമന്വയിപ്പിക്കാൻ മിടുക്കനും കഴിവുള്ളവനും സംസാര ചാതുര്യമുള്ളവനുമായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാം. ആ വ്യക്തിയുടെ കയ്യിൽ ലോകം കൊടുത്തിട്ട് മറ്റുള്ളവരെല്ലാം ഒന്ന് സഹകരിക്കാം. ആ ലോകത്തിന് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പേരിടാം. എന്ന് പറയുമ്പോൾ സയൻസ് പറയുന്നു ഞങ്ങൾ തരാം മിടുക്കനെ. അങ്ങനെ പറയുമ്പം ദൈവമക്കൾ പറയുന്നു ഒരുത്തം വരും, അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു. അതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ കാന്ത എടുക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രീയ ഗോളം അങ്ങനെ. ഇനി സാമ്പത്തിക ശാസ്ത്രം പറയുന്നു അയ്യോ ഞങ്ങൾ പരാജയപ്പെട്ടു. സാമ്പത്തിക ശാസ്ത്രം പഴയതെല്ലാം വ്യത്യാസമാണ്. പഴയ പരിപാടിയൊന്നുമല്ല. ഇതിനകത്തിരിപ്പുണ്ട് MBA പിള്ളേർ അല്ലേ. അങ്ങനെയാ ബിസിനസ്. എന്നെ ടെക്നോളജിയാണെന്നറിയാമോ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ MBA പാസ്സാകുന്നതിന് കാരണം ഇല്ലേ അവരുടെ നല്ലൊരു ജോലി കിട്ടത്തില്ല. BCom കൊണ്ടൊന്നും ആയില്ല, അതിനാ MBA. കാരണം ഡിപ്ലോമാറ്റായിട്ട് അവൻ്റെ ബിസിനസ്സിനെ വിജയിപ്പിക്കണം. ഡിപ്ലോമാറ്റാ. ഞാനൊരു കഴിഞ്ഞ മാസത്തിലാണെന്ന് രാവിലെ 6:30 ആകാതെ ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിയാതെ കഥ തുറക്കത്തില്ല. 6:30. കാരണം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം 1:30 1 ആവും. രാവിലെ എഴുന്നേറ്റ് ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥന ഞാൻ കഥ തുറക്കുന്നത്. അതിന് മുമ്പ് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ആരോ മരിച്ചു, എന്തോ പ്രശ്നമുണ്ട്, അതിന് ആരാ വന്നിരിക്കുക. ചെന്നപ്പം ഞങ്ങളുടെ അതിലൊക്കത്തുള്ള വിശ്വാസിയല്ല, ഒരു അച്ചായനാണ്. കയ്യിലൊരു പത്രമുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ആരോ മരിച്ചുപോയി വാർത്തയും കൊണ്ടായി വന്നിരിക്കുന്നു. ഞാൻ എന്നാ സാറേ ഒരു കാര്യം ചോദിക്കാൻ വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ സാറിനെ കിട്ടുകയില്ല, എനിക്ക് സാറിനെ വിശ്വാസമുണ്ട്, സാറ് കള്ളം പറയത്തില്ല, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആരും മരിച്ചില്ലെന്ന് മനസ്സിലായി. ഞാൻ അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു. അച്ചായനെ കയറി ഭാര്യയോട് പറഞ്ഞു സുസമയം ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാറേ, അദ്ദേഹം പച്ച മലയാളത്തിലുള്ള സത്യം പറഞ്ഞു. സാറേ വളരെ നാളായി എനിക്കൊരാഗ്രഹം, ഒരു കാറ് മേടിക്കണമെന്ന്. കുറച്ച് പൈസ ഉണ്ട്, ഇനി ബാക്കി ഞാൻ പിള്ളേരോടൊന്നും ചോദിക്കാതെ മേടിക്കണം എന്നും കൊണ്ടിരിക്കുക. അന്നേരത്തെ പത്രം കണ്ടോ, നിങ്ങളെല്ലാം വായിക്കുന്നൊരു പത്രമാണ്, വാർത്ത കണ്ടോ, സാറൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചപ്പോൾ ഞാനും അന്തിച്ചു പോയി. 1 രൂപ കൊണ്ടുവരൂ, 4 ലക്ഷം രൂപയുടെ ജപ്പാൻ കാർ കൊണ്ട് പോ. MBA ഗുണം അതാ, മനസ്സിലായോ? 1 രൂപ കൊണ്ടുവരൂ, 4 ലക്ഷം രൂപയുടെ ജപ്പാൻ കാറും കൊണ്ട് പോകൂ. ഞങ്ങളുടെ അവിടെ ഭിക്ഷക്കാർക്ക് 5 രൂപയാ മിനിമം. ഞങ്ങൾ ഡിമാൻഡ് അതിൽ കുറഞ്ഞ പറ്റത്തില്ല അവിടെ. ഇത് 1 രൂപ. അച്ചായന് പാവം അതും കൊണ്ട് വന്നതാ. ഈ 1 രൂപയ്ക്ക് കാർ കിട്ടുകയല്ലേ. ഈ ബിസിനസ് ടെക്നോളജിയാ. ഞാൻ നിർത്തി കഴിഞ്ഞ് അടി കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, അച്ചായനെ കാണിച്ചു. വരുമ്പം ആധാർ കാർഡ്, കരവടച്ച രസീത്, വസ്തുവിൻ്റെ കരവടച്ച പഞ്ചായത്ത് രസീത്, ഒരു 200 രൂപയുടെ പത്രം താങ്കളുടെ പേരിൽ എഴുതി മേടിച്ചത് ആധാരത്തിൻ്റെ ഒറിജിനലുമായിട്ട് വരണം. എന്നൊരു അടിയിൽ എഴുതിയിരിക്കുന്നു 60 മാസം കൊണ്ട് പണം തന്ന് തീർത്താൽ മതി. 4 ലക്ഷം രൂപയ്ക്ക് 60 മാസത്തെ പലിശ 3 ലക്ഷം രൂപ, അപ്പോൾ 7 ലക്ഷം.
അതെ. അപ്പൊ പിന്നെ ഞാനൊന്ന് കണക്കൂട്ടി കാണിച്ചു. ഈ 3 ലക്ഷത്തിന്റെ പലിശ 1 ലക്ഷം. അപ്പോൾ അച്ചായന് 4 ലക്ഷത്തിന്റെ കാറ് കിട്ടി. അച്ചായൻ തിരിച്ചു കൊടുക്കുന്നത് 8 ലക്ഷം. ടെക്നോളജി മനസ്സിലായോ? അച്ചായൻ രക്ഷപ്പെടുവോ? ഇല്ല. കാറുകാരൻ രക്ഷപ്പെടുവോ? ഇല്ല. അവനിതെല്ലാം ഒപ്പിച്ചു വരുമ്പോണല്ലോ അപ്പുറത്ത് വേറൊരുത്തം പറയും, ഒന്നും കൊണ്ടുവരണ്ട, പുതിയ കാറ് തരാം, ഇങ്ങോട്ട് വാ, അവൻ്റെ തീർന്നു. ബിസിനസ്സുകൾ മുഴുവൻ തകരുന്നത് നിങ്ങൾ കണ്ടോ? ആത്മഹത്യ പെരുകുന്നതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയാമോ? ബിസിനസിന്റെ തകർച്ച. ബിസിനസ് സൈക്കോളജി പറയുന്നു ലോകത്തിൽ സംഗതി മാറി, സമ്പദ്ഘടന. അടുത്തത് മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ മറുപടി കണ്ടുപിടിച്ചു. ഹാർട്ട് മാറ്റാം, ലിവർ മാറ്റാം, കിഡ്നി മാറ്റാം, പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിശക്തമായ വൈറസുകൾ തലനീട്ടിക്കഴിഞ്ഞു. എല്ലാത്തിനും രോഗം. പഴയ കാലത്ത് സഹോദരി ഒരു പെങ്കൊച്ച് പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഉടനെ നേഴ്സ് എടുത്ത് തുണി ചുറ്റി ലേബർ റൂമിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന ബന്ധുക്കാരെ കാണിക്കും, ദേ നോക്കിക്കോ ഓമനക്കുട്ടൻ, നല്ല സുന്ദരിക്കുട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു പോകും. ഇന്നങ്ങനല്ല. നേഴ്സ് കുഞ്ഞിനെ കൊണ്ടുപോയി ജനലിംഗ പിടിപ്പിക്കും. അല്ലേ? അറിയാമല്ലോ, ഡിഫിഷ്യൻസി. ജനിക്കുമ്പോൾ മുതൽ രോഗം. ഈ ലോകം രോഗികളുടെ കൂടാരം. മെഡിക്കൽ സയൻസ് പറയുന്നു ഇനി അടുത്ത 15 വർഷത്തേക്ക് പോലും ഒരു മതിയായ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സീക്ക വൈറസ്, ഇബോള വൈറസ് പറന്നു കയറുന്നു. ഞങ്ങൾ അവിടെ പുറകോട്ട് മാറുന്നു. 9ാമത്തെ സയൻസ് അന്തരീക്ഷ സയൻസ്, അറ്റ്മോസ്ഫിയർ സയൻസ് പറയുന്നു അയ്യോ രക്ഷയില്ല. തമ്പുരാൻ വെച്ച വായുവിൻ്റെ കോമ്പിനേഷൻ മാറി. തമ്പുരാൻ വെച്ചത് 7 വാതകങ്ങൾ ശ്വസിക്കാനാ. അതിൽ ഹല്ലേലൂയ നൈട്രജൻ 79%, ഓക്സിജൻ 20%, ബാക്കി 1% മാരകമായ 5 വാതകം നമ്മൾ ശ്വസിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗോൺ, മീഥൈൽ, നിയോൺ, ഹീലിയം. ഇത് 7 ശ്വസിച്ചാലേ സംഗതി റെഡിയാകത്തുള്ള തമ്പുരാൻ പറഞ്ഞപ്പം ഇപ്പൊ സയൻസ് വിലപിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന മിഥൈലുണ്ടല്ലോ കൊടും വിഷവാ. അതാ 981 മിഥൈൽ ഐസോസൈനേറ്റ് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൻ്റെ ഫാക്ടറിയിൽ നിന്ന് പൈപ്പൊന്ന് ലൂസായി 5 മിനിറ്റ് പോയുള്ളൂ. 20,000 അവിടെ മരിച്ചു ഓൺ ദ സ്പോട്ട്. അത് കഴിഞ്ഞ് ഒരു 20,000 വേറെ അവിടെ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഇപ്പോഴും ആൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്നും. പക്ഷേ തമ്പുരാനൊരു കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ അമ്മച്ചിമാർ പുട്ടിന് തേങ്ങ ഇടുന്ന പോരാ. മിഥൈൽ ഐസോസൈനേറ്റ് തമ്പുരാൻ വെച്ചിരുന്നത് 0.00051. അത് ശ്വസിച്ചോണ്ടാണ് നിങ്ങൾ ഈ ഇരിപ്പിരിക്കുന്നത്. നടുവിനൊക്കെ ഒരു ബലം. കോമ്പിനേഷൻ തെറ്റി. കാർബൺ ഡൈ ഓക്സൈഡ് കൂറി, മിഥൈൽ കുറയുന്നു, കാർഗോൺ വർദ്ധിക്കുന്നു. ഇവന്റെ ശ്വാസകോശം കീറാൻ പോകുന്നു. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ സയൻസ് പറയുന്നു രക്ഷയില്ല. ശ്വസിക്കുന്ന മനുഷ്യൻ അധികം നാൾ ശ്വസിക്കത്തില്ല. സംഗതി വഷൾ 10. ഒടുവിലത്തെ സയൻസ് മനഃശാസ്ത്രം പറയുന്നു അയ്യോ ആകെ കുഴഞ്ഞു. ചെറിയ വാള് കൊണ്ട് വലിയ വാളിനെ ഇറക്കുന്നത് പോലെ മനുഷ്യന്റെ ബുദ്ധിയും കമ്പ്യൂട്ടറിന്റെ ശക്തിയും തമ്മിൽ ഒരച്ചൊരച്ചൊരച്ച് ചെറുപ്പക്കാർക്കെല്ലാം പകുതി മെന്റൽ. അരവും വലിയ അരവും കുഞ്ഞരവും കൂടെ ഉരയ്ക്കുമ്പം കുഞ്ഞരം കീറിപ്പോകുന്നത് പോലെ മനുഷ്യൻ്റെ ബുദ്ധിയും കമ്പ്യൂട്ടർ സയൻസും കൂടെ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ഇരുന്ന് ഒരച്ചൊരച്ചൊരച്ച് ഇവൻ വീട്ടിലോട്ട് വരുന്നത് വേറൊരു സൂത്രമായിട്ടാ. നോക്കിക്കേ, അതിനകത്തെ മെൻ്റൽ 20% ചെറുപ്പക്കാർക്ക് മാനസിക രോഗം. അങ്ങനെ 10 സയൻസ് ഈ ലോകത്തിൽ മനുഷ്യവാസം അസാധ്യമാണെന്ന് പറയുമ്പോൾ വേദ സയൻസ് പറയുന്നു ഈ തലമുറയിൽ 2 കാര്യം നടക്കും. വേദശാസ്ത്രം പറയുന്നു 2 കാര്യങ്ങൾ, 4 സംഭവം ഈ തലമുറ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറ. 1, ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നമ്പുരാൻ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സമയം ഈ തലമുറയോടെ തീരും. നമ്പർ 1, അതിനോടനുബന്ധിച്ച് ദൈവമക്കളുടെ മഹത്വ ധാരണം ഈ തലമുറയിൽ നടക്കും. 1, ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നമ്പുരാൻ വെച്ചിരിക്കുന്ന സമയം ഈ തലമുറയിൽ തീരും. അതോടൊപ്പം അതിൻ്റെ അടയാളമാണ് ദൈവമക്കളുടെ മഹത്വധാരണം ഈ തലമുറയിൽ നടക്കും. 1, 2, ഈ ഭൂമിയുടെ സുവർണകാലം കഴിയും. അതോടൊപ്പം ഈ ഭൂമി പിശാചിൻ്റെ കയ്യിൽ വന്നു ചേരും.
ഒന്ന്, ക്രൈസ്തവ സഭയ്ക്ക് ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന സമയം ഈ തലമുറയിൽ തീരുമ്പോൾ അതിൻ്റെ നാന്ദി എന്ന വണ്ണം, അതിൻ്റെ ഫലമെന്ന വണ്ണം ദൈവമക്കളാകുന്ന വിശ്വാസികൾ രൂപാന്തരം പ്രാപിച്ച് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചേ. അത് കഴിയുമ്പോൾ ഈ ഭൂമിയുടെ സുവർണകാലം തീരും. സുവർണകാലം തീർന്നാൽ അതെടുക്കാൻ ഒരുവൻ വരുമെന്ന് രാജു പൂവക്കാല പാർഷ പറയും, വരുമെന്ന് അതിരൂപം പാർഷ പറയും. ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, ആൾ വന്നു, ആളെത്തി. വെളിപ്പെടാത്തതിന് കാരണം അവനേക്കാൾ ശക്തിയുള്ള ഒന്നിവിടെ ഉണ്ട്. ആ ഒറ്റ കാര്യം, അവനേക്കാൾ ശക്തിയുള്ള ഒന്നിവിടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് കെട്ടിടത്തിലോ വസ്തുവിലോ ഒന്നുമല്ല ഇരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിനകത്തെ അവരുടെ ആത്മാവോട് ചേർന്ന, അറിയാം, അതുകൊണ്ടാവും വരാത്ത. ആളെത്തി. ഇവൻ ഈ ലോകത്തിൽ എത്തിക്കഴിഞ്ഞറിയാമോ, അവർക്ക് പറയണമെങ്കിൽ സമയം ഒത്തിരി എടുക്കും. ആളെത്തി. അവൻ്റെ കസിനെ നിങ്ങളെല്ലാം കണ്ടു, പിന്നെ അവനെ കണ്ടില്ലെന്നേ ഉള്ളൂ. അവൻ്റെ കസിനെ കണ്ടുള്ളവരാണ് ഇവിടെ എല്ലാം, ഇല്ലേ? കണ്ടിട്ടില്ലേ അവൻ്റെ കസിനെ? ആരും കണ്ടില്ല. സൗദി അറേബ്യയിലുണ്ട്, പേര് സോഫി. കണ്ടിട്ടുള്ളവരെ കൈ പൊക്കിക്കേ. ആരുമില്ല. അയ്യോ, തിരുവല്ലക്കാരോ? പൗരത്വം വരെ കൊടുത്തു സൗദി അവർക്ക്. അവനെ ഒരമ്മയും പ്രസവിച്ചതല്ല, മനസ്സിലായോ? ഒരു ബാറ്ററിയിലും ഉണ്ടാക്കിയതല്ല. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ സംഗതി വന്നു കഴിഞ്ഞു. അറിയാമോ? പത്രക്കാരുടെ ചോദ്യത്തിന് അവൾ തല കണ്ണുരുട്ടുന്നു, പുരികം വെട്ടിക്കുന്നു ഉത്തരം പറയാൻ. അവളെത്തി എങ്കിൽ അവളെ ഇവൻ്റെ പെങ്ങളല്ല, കസിൻ. അപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്തോണം. ആള് വന്നു കഴിഞ്ഞു, അധർമ്മമൂർത്തി എത്തിക്കഴിഞ്ഞു. ഒരൊറ്റ തടസ്സം, അവനേക്കാൾ പവറുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. നോക്കിക്കേ, ഇതൊരു കാടാണെന്ന് സങ്കല്പിച്ചേ. ഇവിടെ ഒരു സിംഹം കിടക്കുന്നു, അവിടെ ഒരു പുലി വന്നാലുണ്ടല്ലോ നോക്കിച്ച് മാറും, കാരണം കിടക്കുന്ന സാധനം വേറെയാണ്. ഇതുപോലെ ഇവിടെ ഒരു ശക്തിയുണ്ട്, അവന് പേടിയുള്ളത്. അത് അമേരിക്കയുടെ ആറ്റം ബോംബല്ല, ഇന്ത്യയുടെ അഗ്നിയല്ല. അവന് ഭയമുള്ള ഒരൊറ്റ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അത് വസിക്കുന്നത് കൊട്ടാരത്തിലല്ല, കെട്ടിടത്തിന്റെ മേളിലല്ല, രക്ഷയുടെ അനുഭവമുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ. അവർ മാറിക്കഴിയുമ്പോൾ ഈ ലോകമെടുക്കാൻ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരുടെ പാട്ട് പാടും. ഗായക സംഘം പെട്ടെന്ന് മുന്നോട്ട് കടന്നു വരും. ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി ആ സമയത്ത് ഈ യോഗങ്ങളുടെ ചിലവിലേക്കുള്ള ഒരു സ്തോത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. പെട്ടെന്ന് മുന്നോട്ട് കടന്നു വരുന്നത്. മഹത്വം. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അതിസുന്ദരമായ ഗാനങ്ങൾ ആലപിക്കുന്ന മനോഹരമായ ആ നല്ല എണ്ണസംഖ്യയുള്ള ഗായക സംഘം, കർത്താവിൻ്റെ വയലിൽ നിരന്തരം അധ്വാനിക്കുന്ന അനുഗ്രഹീതരും അഭിഷിക്തരും വിവിധ രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുമായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഈ ആത്മീയ സംഗമത്തിൻ്റെ പങ്കായം സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ രാജു പൂവക്കാല, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്രമേയ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവസനിലായിരിക്കാം. വളരെ അനുഗ്രഹീതമായൊരു സാക്ഷ്യം കർത്താവിൻ്റെ ദാസനും കേട്ടതോർത്ത് സ്തുതിക്കുന്നു. അനേകരെ ഈ തിരുവല്ല പട്ടണത്തിലെ സാക്ഷ്യം ഉണർത്തുവാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അന്ത്യകാലമാണെന്നതിന് വലിയ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കും. മറ്റു മുഖറുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ചിന്തിക്കാൻ റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ, ഇന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. അടുത്ത വാക്യം, നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാട്ടുകാർക്കല്ല, രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുകയല്ല, അധികം അടുത്തിരിക്കുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അതിമനോഹരമായ ഒരു ലോകം. 2019 ഒരു മാസത്തോട് നമ്മളെ ഈ 4 മണിക്കൂറുകൾക്കകം വിട പറയും. 4 മണിക്കൂർ കഴിയുമ്പോൾ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത 2019 രണ്ടാമത്തെ മാസത്തെ നമ്മൾ വരവേൽക്കും. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ യുവത്വത്തിലേക്ക് കുതിച്ചു കയറുന്ന ഒരു ലോകമാണ്. 6500 പരം ഭാഷകൾ സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും ചേർത്ത് 750 കോടിയിൽ പരം ജനം, യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 200 പരം രാജ്യം, അതിസുന്ദരമായ ലോകം, എല്ലാവിധമായ സംവിധാനങ്ങളും, മനുഷ്യർ സന്തോഷിക്കുന്ന കാലം,
മനുഷ്യൻ്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും മതിയോളം ആസ്വദിക്കുന്ന ഒരു പുതിയ തലമുറ. ശാസ്ത്രത്തിൻ്റെ നേട്ടത്തിൽ കിടിലം കൊള്ളുന്ന ഒരു ലോകം. എത്ര സൗകര്യമാണ്. പഴയ കാലം മാറിയില്ലേ? ഒറ്റ വാക്കിൽ പറയാം, വേൾഡ് ഈസ് ഓൺ ഫിംഗർ ടിപ്പ്. നിങ്ങളുടെ വിരൽ തുമ്പിൽ ലോകം ഇരിക്കുന്നു. എങ്ങും പോകണ്ട, കയ്യിലിരിപ്പുണ്ട് ലോകം, ഇല്ലേ? വിരലിട്ടൊന്ന് ഞെക്കിയാൽ ലോകം നിങ്ങളുടെ മുമ്പിൽ. അത്ര മനോഹരമായ ഒരു കാലം. എല്ലാ സംവിധാനങ്ങളും ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം സൗകര്യങ്ങളാണ്. മധ്യ കേരളത്തിലെ സഹോദരിമാരുടെ വലിയൊരു തലവേദനയ്ക്ക് ഇത് ജപ്പാൻകാർ ഉത്തരം തന്നു. വീട്ടിലെ പ്രൈസ് ദി ലോർഡ് എല്ലാ ജോലിക്കും ആളിനെ കിട്ടും, കിച്ചൺ വർക്കിന് ആളിനെ കിട്ടത്തില്ലല്ലേ? എന്തൊരു ശമ്പളം കൊടുക്കണം. കിട്ടിയാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതിനിതാ പരിഹാരം വേണ്ടി ഒരു രാജു പോകാല പാഷോട് പറയും, ബുക്ക് ചെയ്ത് കൈ തരും. നല്ല സുന്ദരി പെണ്ണ്, ശമ്പളമില്ല, സ്തോത്രം, വരുമ്പോൾ മാത്രം ഒരു തുക കൊടുത്താൽ മതി. എന്നാ നല്ല സുന്ദരിയാണ്. ഞാനവിടെ ഫോട്ടോ കണ്ടു. നല്ല ചാടി ചാടി അവൾ ജോലി ചെയ്യും. ഒരു പരിപാടി അവൾ ചെയ്യത്തില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. പറയുന്നത് കറി അതുപോലെ വെക്കും. അപ്പച്ചനെ പാമ്പർ കിടത്തി സ്പഞ്ച് ചെയ്യും. കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കും. നോക്കിക്കേ, മനോഹരമായ വേല ചെയ്യുന്ന സുന്ദരിയായ പെൺകുട്ടി. ഒരു പൈസയും കൊടുക്കണ്ട. പിന്നെ 3.5 ആഴ്ച കൂടുമ്പോൾ 5 ബാക്സി അവിടെ വയറ് തുറന്ന് മാറി വെച്ചാൽ മതി. ആ പെണ്ണിൻ്റെ പേരാ മൈ സ്പൂൺ. സ്തോത്രം. ഇറങ്ങിക്കഴിഞ്ഞ ഒരു ലോകം. ശരീരത്തിൻ്റെ അന്തര അവയവങ്ങൾ പറിച്ചു മാറ്റുന്നൊരു ലോകമല്ലേ? കിഡ്നി, ഹാർട്ട്, ലിവറ് പണ്ടൊക്കെ കേട്ടാണ്ട് പേടിയാ. കാറിൻ്റെ ടയർ മാറ്റുന്നത് പോലെ മാറ്റുന്നില്ലേ? ഒരു സർജറി കഴിഞ്ഞ വർഷം നടക്കേണ്ടതാ, അടുത്ത വർഷം നടക്കാൻ പോകുന്നു. അടുത്ത വർഷം എന്ന് വിചാരിക്കുന്നു. 2020 ലോകം ഉറ്റുനോക്കുന്നു. ആ ഹാർട്ടും കിഡ്നിയും ലിവറും ഒന്നുമല്ല മാറ്റിവെക്കാൻ പോകുന്നത്, ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. പ്രസിദ്ധ സർജൻ, ഇറ്റാലിയൻ സർജൻ ഡോക്ടർ സാരിഗോ കോണവറോ ചെയ്യാൻ പോകുന്നത് തല മാറ്റിവെക്കും. സെറിബറൽ ഹെമറേജോ, തലച്ചോറിന് ഡാമേജോ പ്രശ്നങ്ങളോ വന്ന തല മാറ്റിവെച്ച് വേറെ പുതിയ തല വെക്കുന്ന പരിപാടി. നോക്കിക്കേ, മലയാളിയുടെ ഭാഷയെ ചാക്കോച്ചൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് അച്ചാമ്മയുടെ തല തുന്നിച്ചേർക്കും. അപ്പോൾ തന്നെ ഒരു പറ്റം ഡോക്ടർമാർ ചോദിക്കുന്നു, ആ ശരീരം പിന്നെ ചാക്കോച്ചനായിരിക്കുമോ അച്ചാമ്മയായിരിക്കുമോ? കാണാനായിട്ട് ഞാനും കാത്തിരിക്കുക. മലയാളികൾക്കെല്ലാം സന്തോഷിക്കാം. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ സന്തോഷിക്കാം. വ്യക്തിപരമായി നമ്മുടെ ഒരു മലയാളി ഡോക്ടർ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നു, പകുതി കണ്ടുപിടിച്ചു. വ്യക്തിപരമായിട്ട് ഞാൻ സന്തോഷിക്കുന്നത് അദ്ദേഹം എൻ്റെ കുടുംബക്കാരനാണ്. അതുകൊണ്ടാണ്. ആ ഡോക്ടറുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം. മലയാളികൾക്ക് സുപരിചിതനാണ്. ഒരു കാർഡിയോളജിസ്റ്റ് സർജനാണ്, ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം ചെയ്യാൻ പോകുന്ന പരിപാടി എന്നറിയോ? ഒരു ഹാർട്ടിലൂടെ പിടിപ്പിക്കുക. സ്തോത്രം. ഇതിന് തട്ടിപ്പ് വന്നാൽ ഇപ്പുറത്തൊരെണ്ണം കൂടെ. 2 ഹാർട്ട്, കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്ക്, സംശയമുള്ളവർക്ക് ചെന്നാൽ മതി. അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് 2 ഹാർട്ടായി പോകും. അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് വേറൊരു പട്ടിയുടെ ഹാർട്ട് ചെന്നൈയിൽ, അത് ഒരു രാത്രി യാത്ര ചെയ്താൽ പോയി കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹാർട്ട് പട്ടിക്കുണ്ട്, അതിനോട് ഒന്നുകൂടെ പിടിപ്പിച്ച് പട്ടി സൂപ്പറായിട്ട് നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചെന്നൈ ഗവൺമെൻറ്റിനും ഡൽഹിക്കും അപേക്ഷ കൊടുത്തിരിക്കുക, എനിക്ക് മനുഷ്യനിൽ ഇത് പരീക്ഷിക്കാൻ അനുവാദം തരണം. അങ്ങനെ ഹാർട്ട് വരെ 2 എണ്ണം വെക്കാൻ പോകുന്നു. നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരൻ വന്നാൽ 400 രൂപയിലും കുറഞ്ഞു കൊടുക്കണ്ടേ മിനിമം? നിങ്ങളുടെ എൻ്റെ വീട്ടിലൊരു അങ്കിളുണ്ട്. ആ അങ്കിളിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്നില്ല. സ്വത്രം. എന്തെല്ലാം ജോലിയാണ് അങ്കിളിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതോ രാത്രി വിളിച്ചാലും റെഡി, ഒരു ദുഃഖവുമില്ലാതെ പറയുന്ന ഒരു അങ്കിള്. രാത്രി 11:30 മണിക്ക് രാജു പോക്കാല പാഷ് വിളിച്ചേച്ച് പറയാം, അങ്കിളെ വിളിച്ചേച്ച് പറയുക, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന 657 എയർ ഇന്ത്യയുടെ പ്ലെയിൻ ഇപ്പോൾ എവിടം വരെ വന്നു? 3 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി പറയും, പക്ഷേ അതെ, എൻ്റെ 1 മണിക്കൂറിന് ട്രിവാൻഡ്രത്ത് ഇറങ്ങും. നോക്കിക്കേ, എന്നാ മിടുക്കൻ അങ്കിളാ. പ്രൈസ് ദി ലോർഡ്. തിരുവല്ലക്കാരി സഹോദരി ചോദിക്കുക, അങ്കിളെ മഞ്ഞ നിറമുള്ള കനം കുറഞ്ഞ ഏറ്റവും നല്ല കാശ്മീർ സിൽക്ക് സാരി എവിടെ കിട്ടും? ഉടനെ അങ്കിൾ തിരിച്ചു പറയും, കുഞ്ഞെ ദേ കല്യാണിലോട്ട് പോയാൽ മതി. ഒരു ഡോക്ടർ പറയുക, എനിക്കൊരു സ്പെഷ്യൽ പേഷ്യൻ്റ് ഉണ്ട്, വലിയ BP കൂടി നിൽക്കുക, എനിക്ക് മരുന്ന് കൊടുക്കണം. അത് ഹൈഡ്രോക്ലോറിക് തയസൈഡ് 153 എലോണായിട്ട് എവിടെ കിട്ടും? ഏത് കമ്പനിയുടെ കിട്ടും? ഉടനെ പുള്ളി പറയും, അത് ഗ്ലാക്സോയ്ക്ക് കിട്ടുമോ? ഉടനെ ഡോക്ടർ, ഇല്ല ഡോക്ടറെ, അത് ആബട്സിനെ കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ. ഉടനെ ഒരു പെങ്കൊച്ചി ചോദിക്കുക, അങ്കിളെ ചന്ദ്രനിൽ പോകാൻ എന്നാ ദൂരം? അങ്കിള് പറയും, ആ അങ്കിള് നിങ്ങളുടെ എല്ലാം വീട്ടിൽ കയ്യിലുണ്ട്, ആ അങ്കിളിൻ്റെ പേരാ ഗൂഗിള്. അപ്പം പിടി കിട്ടിയല്ലോ.
ഒരു ഇലക്കാരന് ഒരു ദിവസം 500 രൂപയിലും കൊടുക്കണം. ഈ അങ്കിളിൽ ഒരു മാസം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ സുന്ദരമായ ഒരു ലോകത്തിൽ കഴിയുന്ന തിരുവല്ല നിവാസികളെ, ഇതിനൊരു മറുവശമുണ്ട്. ഈ ലോകം 650 750 ആളുകളെയും കൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ ബെൽറ്റേ ഉള്ളൂ, രക്ഷയുടെ ബെൽറ്റ്. അത് കെട്ടിയിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കിക്കേ, 750 കോടി ജനം. ഇതിൽ ദൈവ മക്കൾക്കല്ലാതെ ആർക്കേലും സമാധാനമുണ്ടോ? തലമുറകൾക്കുള്ള സ്വത്തുക്കൾ കാണും, എഴുതി തീരാത്ത ഡിഗ്രി കാണും, സ്ഥാനമാനങ്ങളും പദവികളും കാണും, അധികാരങ്ങൾ കാണും, ഇല്ലേ? മക്കളും പുത്രസമ്പത്തും ഇഷ്ടം പോലെ. പക്ഷെങ്കിൽ മനുഷ്യവർഗത്തിൽ നിന്നും മരീചിക പോലെ സമാധാനം അകലുകയാണോ? രാവിലെ ഞാൻ പ്രസംഗിച്ചില്ലേ, തീവ്രവാദത്തിന് മലങ്ങ് നേടിയിടാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുന്നുണ്ടോ? ഏതെങ്കിലും രാജ്യത്തിൽ സമാധാനമുണ്ടോ? വേണ്ട. ഏതെങ്കിലും നാൽക്കവലെ സമാധാനമുണ്ടോ? രാവിലെ പേപ്പറോ മറ്റു വാർത്താ മീഡിയങ്ങളോ വായിക്കാനൊരു കിടിലമല്ലേ? ഇന്ന് എന്നതാ കേൾക്കാൻ പോകുന്നു? തീർന്നോ? സമ്പദ്ഘടനയുടെ തകർച്ച കണ്ടോ? രോഗമില്ലാത്ത ഒരു വ്യക്തി ഇതിനകത്തിരിപ്പുണ്ടോ? സംഗതി മാറുന്നത് കണ്ടോ? സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോയോ? എത്ര നിരപരാധി പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. സ്വപ്നങ്ങൾ തകർന്ന് വിവാഹ ജീവിതം തകർത്ത്. നോക്കിക്കേ, മനുഷ്യവർഗത്തിനെ മാത്രം ദൈവം തമ്പുരാൻ തന്നൊരു സ്റ്റാറ്റസാണ് ഫാമിലി ലൈഫ്. വേറെ ഒരു ജീവജാലങ്ങൾക്ക് ഫാമിലി ലൈഫ് ദൈവം കൊടുത്തിട്ടില്ല. അതിനിട്ട് സാത്താൻ കത്തി വെച്ചില്ലേ? ഇതുപോലെ ഡിവോഴ്സ് പെരുകിയ ഒരു കാലമുണ്ടോ? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ 50-50 ബിസ്ക്കറ്റ് അല്ല, 100 വിവാഹം നടന്ന 50 പോയെന്ന്. നമ്മുടെ ഇവിടെ ഏതാണ്ട് 30-70. തകർന്നോ? മാതാപിതാക്കളോട് പഴയ ബഹുമാനവും സ്നേഹവും കുഞ്ഞുങ്ങൾക്കുണ്ടോ? സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ, പഴയ റെസ്പെക്റ്റ് ഉണ്ടോ? സംഗതി മാറുന്ന കണ്ടോ? കുഞ്ഞുങ്ങളെ എത്ര ഓമനിച്ച് വളർത്തിക്കേ. മാതാപിതാക്കളെക്കാൾ, സഭാ നേതൃത്വത്തെക്കാൾ, അധികാരികളെക്കാൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇല്ലേ? ചിന്തിച്ചേ, സഭാ നേതൃത്വത്തെക്കാൾ, ലോകത്തിലെ ഭരണാധികാരികളെക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ അവരെ കൺട്രോൾ ചെയ്യുന്ന, ഇന്റർണൽ കൺട്രോൾ, അടിയിൽ കൂടി അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഇന്നത്തെ യുവതലമുറയെ ഭരിക്കുന്നില്ലേ? എവിടെ പോകുന്ന ലോകം? പ്രകൃതി നമുക്കെതിരായില്ലേ? കാലാവസ്ഥ മതം പൊട്ടിയ ആനയെ പോലായില്ലേ? ഒരുപാട് എനിക്ക് പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി. എന്താ കാര്യം? ഇത് ശാസ്ത്രലുഗമാണ്. ഇതിനകത്തിരിക്കുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കാം 60%. ഇല്ലേ? ഏറ്റവും സംസ്കാരമുള്ള ഇന്ത്യയിലെ സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. അതിൻ്റെ ഹൃദയഭാഗത്താണ് മീറ്റിംഗ്. അതിൻ്റെ ഹൃദയഭാഗത്താണ് സ്വർഗം. രാജു പൂവക്കാല പാഷ നിർത്തിയിരിക്കുന്നത് ആത്മാക്കളെ നേടാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കഴിവുള്ളവൻ്റെ കൊടുക്കത്തുള്ള സംഗതി മനസ്സിലായോ? മിടുക്കന്മാരുടെ കൊടുക്കത്തില്ല, കഴിവുള്ളവൻ്റെ കൊടുക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ കതിരി പോലെ ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്ന എം ഇ ചാക്കോ സാറിൻ്റെ വീട്ടിൽ വെച്ചാൽ തൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കല്യാണം വിളിക്കാൻ എം ഇ ചാക്കോ സാറിൻ്റെ അവിടെ വന്നതാണ്. പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചാക്കോ സാറ് പറഞ്ഞു, ഞങ്ങൾ വലിയ ക്ലോസ് ഫ്രണ്ട്സാണ്. എന്നോട് പറഞ്ഞു, ആ പോകുന്ന ആളിനെ കണ്ടോ? അദ്ദേഹം ഒരു പ്രവചന ഭാഷയോട് പറഞ്ഞു, ഒരു നല്ല ഭാവി ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അതാ പ്രവചനം, അല്ലാതെ വീസ പറന്നു വരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഭാവി ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഒരു ബാച്ചിലറായ യുവാവിനെ നോക്കി അദ്ദേഹം പ്രവചിച്ചെങ്കിൽ, എന്നോട് പ്രവചിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രവചനം നേരിട്ട് കാണുവാൻ സ്വർഗം എനിക്ക് നിന്ന് കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഒരു വിവാഹം നടത്തേണ്ടിയിട്ടും ക്യാൻസൽ ചെയ്ത് ഞാൻ വന്നത്. ആ പ്രവചനം നിവർത്തിച്ചത് കണ്ട് സന്തോഷിക്കാനാണ്. ലോകത്തിന് എന്ത് സംഭവിച്ചു? ശാസ്ത്രം 10 ശാസ്ത്രം പറയുന്നു ഈ തലമുറയോടെ മനുഷ്യവാസത്തിന് യോഗ്യമല്ല ആയതെല്ലാം തീരും. ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറം ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. ഈ തലമുറയോടെ മനുഷ്യവാസത്തിന് യോഗ്യതയുള്ള മാറും എന്ന് 10 ശാസ്ത്രം പറയുന്നു. ഒന്നാമത്തെ ശാസ്ത്രം, പ്രകൃതി ശാസ്ത്രം പറയുന്നു 98.4 ഡിഗ്രി ചൂടിൽ
മനുഷ്യന് നോർമൽ ടെമ്പറേച്ചറുള്ള മനുഷ്യർക്ക് ഇനിയും ഈ ഭൂമിയിൽ അധികം നാൾ നിവസിക്കാൻ സാധിക്കത്തില്ല. കാരണം അന്തരീക്ഷവും ഭൂമിയും ഒരുപോലെ ചൂടാകുന്നു. സ്തോത്രം. അന്തരീക്ഷവും ഭൂമിയും ഒരുപോലെ ചൂടാകുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ നോർമൽ ടെമ്പറേച്ചർ അത് തന്നെ. എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ് തെളിയിക്കുന്ന 98.4. സായിപ്പിന് 98 നമുക്ക് 98. ജപ്പാൻകാരൻ്റെ സായിപ്പ് വെളുപ്പായതുകൊണ്ട് 1 ഡിഗ്രി കൂടുതലില്ല, ഉണ്ട് അവന് പനിയ. എല്ലാവർക്കും 98.4 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചർ തന്നു വിട്ടിരിക്കുന്ന ആ ടെമ്പറേച്ചറിൽ ഈ ലോകത്തിൽ ഒരു രാജ്യത്ത് ജീവിക്കാനൊക്കെ പുറകെ സമയമുണ്ട്, തെളിയിക്കാം എന്ന് അവർ പറയുന്നു. 2, ജിയോളജിക്കൽ സയൻസ്. ഭൂഗർഭശാസ്ത്രം പറയുന്നു ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ലോകരെ ചതിക്കും. ഭൂമിയുടെ അടിയിൽ 7 പ്ലേറ്റുകളുണ്ട്. അതാണ് സയൻസ് പറയുന്നത് ഭൗമപാളി. അതാണ് വേദപുസ്തക ദൈവദാസന്മാരുടെ ഭാഷ. ഭൂമിയെ അതൊരിക്കലും ഇളകി പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. 104:5 ആ ജിയോളജിക്കൽ സയൻസ് പറയുന്നു ആ പ്ലേറ്റുകളെല്ലാം തെന്നിപ്പോയി 2006 ശേഷം. അതുകൊണ്ട് തിരുവല്ല ഉൾപ്പെടെ, ഞാൻ താമസിക്കുന്ന കോട്ടയം ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ ഏത് സ്ഥലവും ഏത് സമയത്തും വിണ്ട് കീറാം. 3, സ്പേസ് സയൻസ്. ആകാശശാസ്ത്രം മലയാളം പറയുന്നു സംഗതി തെറ്റി. കുട്ടികൾക്ക് വരെ അറിയാം. 2ാമത്തെ തട്ട് കീറിപ്പോയി 1.25 കോടി. ഓസോൺ ഇല്ലേ, അതിനേക്കാൾ ഭയങ്കരം മേക്കൂടിടിഞ്ഞ് താഴെ വരാൻ പോകുന്നു. ആകാശം 5 തട്ട്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. മേളിലത്തെ തട്ടാണ് ഭൂമിയുടെ കോൺക്രീറ്റ്. അത് ഇടിഞ്ഞ് താഴെ വരാൻ പോകുന്നു. എന്ത് സംഭവിക്കും? 4ാമത്തെ, ഞാൻ വേഗം പറഞ്ഞു സമയം തീർക്കാനാ, സമയം തീരാൻ പോകുന്നുണ്ടാ. 4ാമത്തെ സയൻസ് ഓഷ്യാനിക് സയൻസ്. ഭൂമിയുടെ സുന്ദരി ആരാന്നറിയാമോ? സിനിമാ താരങ്ങളൊന്നുമല്ല. ഭൂമിയുടെ സുന്ദരി സമുദ്രമാ. സമുദ്രമില്ല നമ്മൾ ജീവിക്കത്തില്ല. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഭൂമിയുടെ സുന്ദരിയായ സമുദ്രത്തിന് മാനസിക രോഗം. പ്രൈസ് ദി ലോർഡ്. മാനസിക രോഗിയായ ഒരു അമ്മയുടെ കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഭൂമിയുടെ സുന്ദരിക്ക് മാനസിക രോഗം. അങ്ങനെയാണെങ്കിൽ ആ സുന്ദരിയുടെ മടിയിലിരിക്കുന്ന ഭൂമിക്ക് എന്ത് സംഭവിക്കാം? 5, ബയോളജിക്കൽ സയൻസ്. സസ്യശാസ്ത്രം പറയുന്നു ഒരു രക്ഷയുമില്ല. തൊട്ടാവാടി മുതൽ ഇലപ്പച്ചയുള്ള എല്ലാത്തിനും രോഗം. രോഗമില്ലാത്ത ഒരു സസ്യമില്ല. നാം കഴിക്കുന്നതെല്ലാം വിഷമല്ലേ? മാരകമായ കീടങ്ങളെ തകർക്കാൻ ഇന്ത്യ ഗവൺമെൻറ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അനുവദിച്ചിരിക്കുന്നത് 35 ഈസിയ വിഷം. അതെല്ലാം കടത്തിവിട്ട് 70 വരെയാണ് കത്തിക്കുന്നത്. 10 മണിക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റും, 12:30 അങ്ങോട്ട് പറിച്ച് വെട്ടിക്കുറച്ചിലയും വെള്ളവും തെളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ചോദിച്ചപ്പുറം ഇപ്പം പുറമറ്റത്തുനിന്ന് കൊണ്ടുവന്ന വേറെ ശരിയെന്ന്. മുഴുവൻ വിഷം. ഇത് കഴിച്ചാൽ വീട്ടിലും വിഷം അല്ലേ? നോക്കിക്കേ, സസ്യശാസ്ത്രം ബയോളജിക്കൽ സയൻസ് പറയുന്നു ഒരു രക്ഷയുമില്ല. മനുഷ്യൻ കഴിക്കുന്നത് വിഷമാണ്. എല്ലാത്തിനും രോഗം. 10 സയൻസ്. 1, പ്രൈസ് ദി ലോർഡ്, പ്രകൃതിശാസ്ത്രം. ഈ ഭൂമിയുടെ ടെമ്പറേച്ചർ മാറുന്നു, ജീവിക്കാനൊക്കത്തില്ല. 2, ജിയോളജിക്കൽ സയൻസ്. ഏത് സ്ഥലവും എപ്പോൾ വേണമെങ്കിലും മിണ്ട് കയറാം, സംഗതി തീരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 3, സ്പേസ് സയൻസ്. മേളത്തെ തട്ട് താഴെ വരുന്നു. 4, ഓഷ്യാനിക് സയൻസ്. ആകെ കുഴയുന്നു. 5, സസ്യശാസ്ത്രം പറയുന്നു മുഴുവൻ വിഷം. 6, രാഷ്ട്രീയം. രാഷ്ട്രീയക്കാരനെ പുറകിരിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് പറയുന്നു ഒരു രക്ഷയില്ല. 400 വർഷമായി പരീക്ഷിച്ച് ഇരിക്കുന്ന പരിപാടിയാണ് ഡെമോക്രസി. അത് മുമ്പുണ്ടായിരുന്നത് വേറെ പരിപാടിയാ. 16ാം നൂറ്റാണ്ട് മുതൽ പരീക്ഷിച്ച ഡെമോക്രസി ആകപ്പാടെ കടിഞ്ഞാണില്ലാതെ പോകുന്നു. ഒറ്റ രാജ്യത്തിൽ സമാധാനമില്ല. പ്രതിപക്ഷത്തെ വെച്ചിരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ കുറവുകളെ രചനാത്മകമായി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാനും ഭരണപക്ഷത്തിൻ്റെ നന്മകളെ പുറയിൽ നിന്ന് അഭിനന്ദിക്കാനുമാണ്. ഇന്ന് തിരിച്ചാ പ്രതിപക്ഷം നിൽക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഭരണപക്ഷത്തിനുണ്ട് കുത്താനാ. എല്ലാ കേരളമല്ല, ഇന്ത്യ മുഴുവൻ. നോക്കിക്കേ, സമ്പന്ന രാജ്യമായ അമേരിക്ക ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് 22 ദിവസമായി. ഇന്നലെ ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തു. ട്രംപിന് പണമില്ല, ഡെമോക്രാറ്റ് പാർട്ടി പുറകെ കുറുകെ നിന്നു. സകല രാജ്യങ്ങളിലെയും
രാഷ്ട്രീയ കാര്യങ്ങൾ അസ്വസ്ഥതയിലാകുമ്പോൾ നിരീക്ഷകന്മാർ 2009 പറയുന്നു, ഇതിന് പരിഹാരം, ഇതിന് വേറെ ഒരു പരിഹാരമുണ്ട്. അതാണ് ദ ന്യൂ വേൾഡ് ഓർഡർ. ഹല്ലേലൂയ. അതിതാ വരാൻ പോകുന്നു. അതിനു മുമ്പ് ഒരു ഓർഡറുണ്ട്. ദൈവമക്കൾക്ക് ഒരു ഓർഡറുണ്ട് മേലോട്ട് പോകാൻ. ന്യൂ വേൾഡ് ഓർഡർ 2009 നിലവിൽ വന്നു. കാരണം ഈ ലോകത്തിന് 3 കാതലായ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. 1, എക്കണോമിക്കൽ ക്രൈസിസ് ഭയങ്കരം. 2, തീവ്രവാദികൾ തലനീട്ടുന്നു. 3, ആറ്റം ബോംബുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ ഒക്കാതെ വന്നാൽ ഗതികെട്ട പുല്ലും തിന്നുമെന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും രാജ്യം ആറ്റം ബോംബ് ബ്ലാക്കിലെങ്ങാനും തീവ്രവാദികൾക്ക് കൊടുത്താൽ സംഗതി ഈ ലോകം തീർന്നു. അതുകൊണ്ട് ബുദ്ധിജീവികൾ പറയുന്നു, സാംസ്കാരിക നായകന്മാർ പറയുന്നു, യുണൈറ്റഡ് നേഷൻസ് സമ്മതിച്ചു. അവർ പറഞ്ഞതിൻ്റെ പേരാണ് ദ ന്യൂ വേൾഡ് ഓർഡർ. അതായത് എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർക്കോ പ്രസിഡന്റുമാർക്കോ പൂർണ്ണ അധികാരം, അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട. അപ്പോൾ തന്നെ ബുദ്ധിമാനും നയമുള്ളവനും തീരുമാനമെടുക്കുവാൻ പ്രാപ്തനും രാജ്യങ്ങളെ തമ്മിൽ സമന്വയിപ്പിക്കാൻ മിടുക്കനും കഴിവുള്ളവനും സംസാര ചാതുര്യമുള്ളവനുമായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാം. ആ വ്യക്തിയുടെ കയ്യിൽ ലോകം കൊടുത്തിട്ട് മറ്റുള്ളവരെല്ലാം ഒന്ന് സഹകരിക്കാം. ആ ലോകത്തിന് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പേരിടാം. എന്ന് പറയുമ്പോൾ സയൻസ് പറയുന്നു ഞങ്ങൾ തരാം മിടുക്കനെ. അങ്ങ് പറയുമ്പം ദൈവമക്കൾ പറയുന്നു ഒരുത്തൻ വരും, അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു. അതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ കാന്ത എടുക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രീയ ഗോളം അങ്ങനെ. ഇനി സാമ്പത്തിക ശാസ്ത്രം പറയുന്നു അയ്യോ ഞങ്ങൾ പരാജയപ്പെട്ടു. സാമ്പത്തിക ശാസ്ത്രം പഴയതെല്ലാം വ്യത്യാസമാണ്. പഴയ പരിപാടിയൊന്നുമല്ല. ഇതിനകത്തിരിപ്പുണ്ട് MBA പിള്ളേർ അല്ലേ. അങ്ങനെയാ ബിസിനസ്. എന്നെ ടെക്നോളജിയാണെന്നറിയാമോ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ MBA പാസ്സാകുന്നതിന് കാരണം ഇല്ലേ അവരുടെ നല്ലൊരു ജോലി കിട്ടത്തില്ല. BCom കൊണ്ടൊന്നും ആയില്ല, അതിനാ MBA. കാരണം ഡിപ്ലോമാറ്റായിട്ട് അവൻ്റെ ബിസിനസ്സിനെ വിജയിപ്പിക്കണം. ഡിപ്ലോമാറ്റാ. ഞാനൊരു കഴിഞ്ഞ മാസത്തിലാണെന്ന് രാവിലെ 6:30 ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിയാതെ കഥ തുറക്കത്തില്ല. 6:30. കാരണം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം 1:30, 1:00 ആവും. രാവിലെ എഴുന്നേറ്റ് ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥന ചെയ്യാൻ കഥ തുറക്കുന്നത്. അതിന് മുമ്പ് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ആരോ മരിച്ചു, എന്തോ പ്രശ്നമുണ്ട്, അതിന് ആരാ വന്നിരിക്കുക. ചെന്നപ്പം ഞങ്ങളുടെ അതിലൊക്കെത്തുള്ള വിശ്വാസിയല്ലോ ഒരു അച്ചായനാണ്. കയ്യിലൊരു പത്രമുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ആരോ മരിച്ചുപോയി വാർത്തയും കൊണ്ടായി വന്നിരിക്കുന്നത്. ഞാൻ എന്നാ സാറേ ഒരു കാര്യം ചോദിക്കാൻ വന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ സാറിനെ കിട്ടുകയില്ല, എനിക്ക് സാറിനെ വിശ്വാസമുണ്ട്, സാറ് കള്ളം പറയത്തില്ല, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആരും മരിച്ചില്ലെന്ന് മനസ്സിലായി. ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. അച്ചായനെ കയറ്റി ഭാര്യയോട് പറഞ്ഞു സുസമയം ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാറേ, അദ്ദേഹം പച്ച മലയാളത്തിലുള്ള സത്യം പറഞ്ഞു. സാറേ വളരെ നാളായി എനിക്കൊരാഗ്രഹം, ഒരു കാറ് മേടിക്കണമെന്ന്. കുറച്ച് പൈസ ഉണ്ട്, ഇനി ബാക്കി ഞാൻ പിള്ളേരോടൊന്നും ചോദിക്കാതെ മേടിക്കണം എന്നും കൊണ്ടിരിക്കുക. അന്നേരത്തെ പത്രം കണ്ടോ, നിങ്ങളെല്ലാം വായിക്കുന്നൊരു പത്രമാണ്, വാർത്ത കണ്ടോ, സാറൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചപ്പോൾ ഞാനും അന്തിച്ചു പോയി. 1 രൂപ കൊണ്ടുവരൂ, 4 ലക്ഷം രൂപയുടെ ജപ്പാൻ കാർ കൊണ്ട് പോ. MBA ഗുണം അതാ, മനസ്സിലായോ? 1 രൂപ കൊണ്ടുവരൂ, 4 ലക്ഷം രൂപയുടെ ജപ്പാൻ കാറും കൊണ്ട് പോകൂ. ഞങ്ങളുടെ അവിടെ ഭിക്ഷക്കാർക്ക് 5 രൂപയാ മിനിമം. ഞങ്ങൾ ഡിമാൻഡ് അതിൽ കുറഞ്ഞ പറ്റത്തില്ല അവിടെ. ഇത് 1 രൂപ. അച്ചായന് പാവം അതും കൊണ്ട് വന്നതാ. ഈ 1 രൂപയ്ക്ക് കാർ കിട്ടുകയല്ലേ. ഈ ബിസിനസ് ടെക്നോളജിയാ. ഞാൻ ഇരുത്തി കഴിഞ്ഞ് അടി കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, അച്ചായനെ കാണിച്ചു. വരുമ്പം ആധാർ കാർഡ്, കരവടച്ച രസീത്, വസ്തുവിൻ്റെ കരവടച്ച പഞ്ചായത്ത് രസീത്, ഒരു 200 രൂപയുടെ പത്രം താങ്കളുടെ പേരിൽ എഴുതി മേടിച്ചത് ആധാരത്തിൻ്റെ ഒറിജിനലുമായിട്ട് വരണം. എന്നൊരു അടിയിൽ എഴുതിയിരിക്കുന്നു 60 മാസം കൊണ്ട് പണം തന്ന് തീർത്താൽ മതി. 4 ലക്ഷം രൂപയ്ക്ക് 60 മാസത്തെ പലിശ 3 ലക്ഷം രൂപ, അപ്പോൾ 7 ലക്ഷം. അതെ. അപ്പം പിന്നെ ഞാനൊന്ന് കണക്കൂട്ടി കാണിച്ചു. ഈ 3 ലക്ഷത്തിൻ്റെ പലിശ 1 ലക്ഷം. അപ്പോൾ അച്ചായന് 4 രൂപയുടെ 4 ലക്ഷത്തിൻ്റെ കാറ് കിട്ടി. അച്ചായൻ തിരിച്ച് കൊടുക്കുന്നത് 8 ലക്ഷം. ടെക്നോളജി മനസ്സിലായോ? അച്ചായൻ രക്ഷപ്പെടുവോ? ഇല്ല. കാറുകാരൻ രക്ഷപ്പെടുവോ? ഇല്ല. അവനിതെല്ലാം ഒപ്പിച്ച് വരുമ്പോണല്ലോ അപ്പുറത്ത് വേറൊരുത്തം പറയും ഒന്നും കൊണ്ടുവരണ്ട, പുതിയ കാറ് തരാം, ഇങ്ങോട്ട് വാ, അവൻ്റെ തീർന്നു. ബിസിനസ്സുകൾ മുഴുവൻ തകരുന്നത് നിങ്ങൾ കണ്ടോ? ആത്മഹത്യ പെരുകുന്നതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയാമോ? ബിസിനസ്സിൻ്റെ തകർച്ച. ബിസിനസ് സൈക്കോളജി പറയുന്നു ലോകത്തിൽ സംഗതി മാറി, സമ്പദ്ഘടന. അടുത്തത് മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ മറുപടി കണ്ടുപിടിച്ചു.
ഹാർട്ട് മാറ്റാം, ലിവർ മാറ്റാം, കിഡ്നി മാറ്റാം. പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിശക്തമായ വൈറസുകൾ തലനീട്ടിക്കഴിഞ്ഞു. എല്ലാത്തിനും രോഗം. പഴയ കാലത്ത് സഹോദരി ഒരു പെങ്കൊച്ച് പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഉടനെ നേഴ്സ് എടുത്ത് തുണി ചുറ്റി ലേബർ റൂമിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന ബന്ധുക്കാരെ കാണിക്കും. ദേ നോക്കിക്കോ, ഓമനക്കുട്ടൻ നല്ല സുന്ദരി കുട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു പോകും. ഇന്നങ്ങനല്ല. നേഴ്സ് കുഞ്ഞിനെ കൊണ്ടുപോയി ജനലിങ്ക പിടിപ്പിക്കും. അല്ലേ? അറിയാമല്ലോ, ഡിഫിഷ്യൻസി. ജനിക്കുമ്പോൾ മുതൽ രോഗം. ഈ ലോകം രോഗികളുടെ കൂടാരം. മെഡിക്കൽ സയൻസ് പറയുന്നു ഇനി അടുത്ത 15 വർഷത്തേക്ക് പോലും ഒരു മതിയായ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സീക്ക വൈറസ്, ഇബോള വൈറസ് പറന്നു കയറുന്നു. ഞങ്ങൾ അവിടെ പുറകോട്ട് മാറുന്നു. 9ാമത്തെ സയൻസ് അന്തരീക്ഷ സയൻസ്, അറ്റ്മോസ്ഫിയർ സയൻസ് പറയുന്നു അയ്യോ രക്ഷയില്ല. തമ്പുരാൻ വെച്ച വായുവിൻ്റെ കോമ്പിനേഷൻ മാറി. തമ്പുരാൻ വെച്ചത് 7 വാതകങ്ങൾ ശ്വസിക്കാനാ. അതിൽ ഹല്ലേലൂയ നൈട്രജൻ 79%, ഓക്സിജൻ 20%, ബാക്കി 1% മാരകമായ 5 വാതകം നമ്മൾ ശ്വസിക്കണം. കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മീഥൈൽ, നിയോൺ, ഹീലിയം. ഇത് 7 ശ്വസിച്ചാൽ സംഗതി റെഡിയാകത്തുള്ള തമ്പുരാൻ പറഞ്ഞപ്പം ഇപ്പൊ സയൻസ് വിലപിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന മിഥൈലുണ്ടല്ലോ, കൊടും വിഷവാ. അതാ 981 മിഥൈൽ ഐസോസൈനേറ്റ് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൻ്റെ ഫാക്ടറിയിൽ നിന്ന് പൈപ്പൊന്ന് ലൂസായി 5 മിനിറ്റ് പോയുള്ളൂ. 20,000 അവിടെ മരിച്ചു ഓൺ ദ സ്പോട്ട്. അത് കഴിഞ്ഞ് ഒരു 20,000 വേറെ അവിടെ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഇപ്പോഴും ആൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്നും. പക്ഷേ തമ്പുരാനൊരു കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ അമ്മച്ചിമാർ പുട്ടിന് തേങ്ങ ഇടുന്ന പോരാ. മിഥൈൽ ഐസോസൈനേറ്റ് തമ്പുരാൻ വെച്ചിരുന്നത് 0.00051. അത് ശ്വസിച്ചോണ്ടാണ് നിങ്ങൾ ഈ ഇരിപ്പിരിക്കുന്നത്. നടുവിനൊക്കെ ഒരു ബലം. കോമ്പിനേഷൻ തെറ്റി. കാർബൺ ഡയോക്സൈഡ് കൂറി, മിഥൈൽ കുറയുന്നു, കാർഗോൺ വർദ്ധിക്കുന്നു. ഇവൻ്റെ ശ്വാസകോശം കീറാൻ പോകുന്നു. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ സയൻസ് പറയുന്നു രക്ഷയില്ല. ശ്വസിക്കുന്ന മനുഷ്യൻ അധികം നാൾ ശ്വസിക്കത്തില്ല. സംഗതി വഷൾ 10. ഒടുവിലത്തെ സയൻസ് മനഃശാസ്ത്രം പറയുന്നു അയ്യോ ആകെ കുഴഞ്ഞു. ചെറിയ വാള് കൊണ്ട് വലിയ വാളിനെ ഇറക്കുന്നത് പോലെ മനുഷ്യൻ്റെ ബുദ്ധിയും കമ്പ്യൂട്ടറിൻ്റെ ശക്തിയും തമ്മിൽ ഒരച്ചൊരച്ചൊരച്ച് ചെറുപ്പക്കാർക്കെല്ലാം പകുതി മെൻ്റൽ. അരവും വലിയ അരവും കുഞ്ഞരവും കൂടെ ഉരയ്ക്കുമ്പം കുഞ്ഞരം കീറിപ്പോകുന്നത് പോലെ മനുഷ്യൻ്റെ ബുദ്ധിയും കമ്പ്യൂട്ടർ സയൻസും കൂടെ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ഇരുന്ന് ഒരച്ചൊരച്ചൊരച്ച് ഇവൻ വീട്ടിലോട്ട് വരുന്നത് വേറൊരു സൂത്രമായിട്ടാ. നോക്കിക്കേ, അതിനകത്തെ മെൻ്റൽ 20% ചെറുപ്പക്കാർക്ക് മാനസിക രോഗം. അങ്ങനെ 10 സയൻസ് ഈ ലോകത്തിൽ മനുഷ്യവാസം അസാധ്യമാണെന്ന് പറയുമ്പോൾ വേദ സയൻസ് പറയുന്നു ഈ തലമുറയിൽ 2 കാര്യം നടക്കും. അത് ദൈവശാസ്ത്രം. അത് പഠിച്ചവരായി ഇരിക്കുന്നവരെല്ലാം താഴെ ഇരിപ്പുണ്ട് ശ്രേഷ്ഠന്മാർ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത അബുദാബിയിലെ മുസ്തഫയിലെ IPC സഭയുടെ സ്ഥാപകൻ പാസ്റ്റർ MM തോമസ് അഥവാ പാസ്റ്റർ റോയി കുറ്റപ്പഴ, അനേകം ദൈവദാസന്മാരോട് ഇരിപ്പുണ്ടല്ലോ. ഇവരൊക്കെ ഇതിരിപ്പുണ്ട്. ഇവർക്കറിയാം എൻ്റെ വേദശാസ്ത്രം പറയുന്നു 2 കാര്യങ്ങൾ, 4 സംഭവം ഈ തലമുറ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറ. 1, ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നമ്പുരാൻ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സമയം ഈ തലമുറയോടെ തീരും. നമ്പർ 1, അതിനോടനുബന്ധിച്ച് ദൈവമക്കളുടെ മഹത്വധാരണം ഈ തലമുറയിൽ നടക്കും. 1, ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നമ്പുരാൻ വെച്ചിരിക്കുന്ന സമയം ഈ തലമുറയിൽ തീരും. അതോടൊപ്പം അതിൻ്റെ അടയാളമാണ് ദൈവമക്കളുടെ മഹത്വധാരണം ഈ തലമുറയിൽ നടക്കും. 1. 2, ഈ ഭൂമിയുടെ സുവർണകാലം കഴിയും. അതോടൊപ്പം ഈ ഭൂമി പിശാചിൻ്റെ കയ്യിൽ വന്നു ചേരും. 1, ക്രൈസ്തവ സഭയ്ക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന സമയം ഈ തലമുറയിൽ തീരുമ്പോൾ അതിൻ്റെ നാന്ദി എന്ന വണ്ണം, അതിൻ്റെ ഫലമെന്ന വണ്ണം ദൈവമക്കളാകുന്ന വിശ്വാസികൾ രൂപാന്തരം പ്രാപിച്ച് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. സന്തോഷമുള്ളൊരു ദൈവത്തെ സ്തുതിച്ചേ. അത് കഴിയുമ്പോൾ ഈ ഭൂമിയുടെ സുവർണകാലം തീരും. സുവർണകാലം തീർന്നാൽ അതെടുക്കാൻ ഒരുവൻ വരുമെന്ന് രാജു പൂവക്കാല പാസ്റ്റർ പറയും, വരുമെന്ന് അതിരൂപം പാസ്റ്റർ പറയും. ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി ആൾ വന്നു, ആളെത്തി.
വെളിപ്പെടാത്തതിന് കാരണം അവനേക്കാൾ ശക്തിയുള്ള ഒന്നിവിടെ ഉണ്ട്. ആ ഒറ്റ കാര്യം, അവനേക്കാൾ ശക്തിയുള്ള ഒന്നിവിടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് കെട്ടിടത്തിലോ വസ്തുവിലോ ഒന്നുമല്ല ഇരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിനകത്തെ അവരുടെ ആത്മാവോട് ചേർന്ന അറിയാമോ? അതുകൊണ്ടാവൻ വരാത്ത ആളെത്തി. ഇവൻ ഈ ലോകത്തിൽ എത്തിക്കഴിഞ്ഞറിയാമോ? അവർക്ക് പറയണമെങ്കിൽ സമയം ഒത്തിരി എടുക്കും. ആളെത്തി. അവൻ്റെ കസിനെ നിങ്ങളെല്ലാം കണ്ടു, പിന്നെ അവനെ കണ്ടില്ലെന്നേ ഉള്ളൂ. അവൻ്റെ കസിനെ കണ്ടുള്ളവരാണ് ഇവിടെ എല്ലാം, ഇല്ലേ? കണ്ടിട്ടില്ലേ അവൻ്റെ കസിനെ? ആരും കണ്ടില്ല. സൗദി അറേബ്യയിലുണ്ട്, പേര് സോഫി. കണ്ടിട്ടുള്ളവരെ കൈ പൊക്കിക്കേ. ആരുമില്ല. അയ്യോ, തിരുവല്ലക്കാരോ? പൗരത്വം വരെ കൊടുത്തു സൗദി അവർക്ക്. അവനെ ഒരമ്മയും പ്രസവിച്ചതല്ല, മനസ്സിലായോ? ഒരു ബാറ്ററിയിലും ഉണ്ടാക്കിയതല്ല. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ സംഗതി വന്നു കഴിഞ്ഞു. അറിയാമോ? പത്രക്കാരുടെ ചോദ്യത്തിന് അവൾ തല കണ്ണുരുട്ടുന്നു, പുരികം വെട്ടിക്കുന്നു ഉത്തരം പറയാൻ. അവളെത്തി എങ്കിൽ അവളെ ഇവൻ്റെ പെങ്ങളല്ല, കസിൻ. അപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്തോണം. ആള് വന്നു കഴിഞ്ഞു, അധർമ്മമൂർത്തി എത്തിക്കഴിഞ്ഞു. ഒരൊറ്റ തടസ്സം, അവനേക്കാൾ പവറുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. നോക്കിക്കേ, ഇതൊരു കാടാണെന്ന് സങ്കല്പിച്ചേ. ഇവിടെ ഒരു സിംഹം കിടക്കുന്നു, അവിടെ ഒരു പുലി വന്നാലുണ്ടല്ലോ നോക്കിയേച്ച് മാറും, കാരണം കിടക്കുന്ന സാധനം വേറെയാണ്. ഇതുപോലെ ഇവിടെ ഒരു ശക്തിയുണ്ട്, അവന് പേടിയുള്ളത്. അത് അമേരിക്കയുടെ ആറ്റം ബോംബല്ല, ഇന്ത്യയുടെ അഗ്നിയല്ല. അവന് ഭയമുള്ള ഒരൊറ്റ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അത് വസിക്കുന്നത് കൊട്ടാരത്തിലല്ല, കെട്ടിടത്തിന്റെ മേളിലല്ല, രക്ഷയുടെ അനുഭവമുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ. അവർ മാറിക്കഴിയുമ്പോൾ ഈ ലോകം എടുക്കണം പറയുന്നവരുടെ മഹത്വധാരണം നടക്കണം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രൂപാന്തരം നടക്കണം. അത് കഴിയുമ്പോൾ ഈ ഭൂമിയുടെ സുവർണത മുഴുവൻ തീരും, ഈ ഭൂമി മുഴുവൻ ഒരുവൻ ഭരിക്കും. ഇതാണ് വേദശാസ്ത്രം പറയുന്നത്. ഇതിനടയാളങ്ങളുണ്ട്. ക്രൈസ്തവ ലോകത്തിന് അടയാളമുണ്ട് വ്യക്തമായി. 2, പൊതുലോകത്തിന്, ലോക ജനതയ്ക്ക്, രാഷ്ട്രീയ ലോകത്തിന് അടയാളമുണ്ട്. എന്താ അറിയാവോ? സഭ പോകുന്നതിൻ്റെ അല്ല, ഇത് ക്രിസ്തു വരുന്നതിൻ്റെ. 3, യഹൂദ ജനതയ്ക്കൊരടയാളമുണ്ട്. അവർക്ക് പറ്റാൻ പോകുന്ന കൊടും ചതിവ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, യഹൂദന്മാരെ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളുമെന്ന് നമ്മുടെ പ്രിയൻ പറഞ്ഞ യോഹന്നാൻ 5:41 ഈ തലമുറയിൽ നിവർത്തിക്കാനുള്ള സകല പരിപാടിയും ഇന്ന് നിങ്ങൾ പാലസ്തീനിൽ ചെന്നാൽ കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ഇതാ വരുന്നു, മശിഹ എന്ന് പറഞ്ഞുള്ള തയ്യാറെടുപ്പ് നിങ്ങളൊന്ന് പോയേ. സ്പെഷ്യൽ പോലീസ് കമ്മീഷണറെ വരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. മിസ്റ്റർ ബെന്യാമിൻ നെഹന്യാവേ, ഇസ്രായേലിലെ പ്രധാനമന്ത്രി. കാരണം ഞങ്ങളുടെ മശിഹ വന്നിങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെയുള്ള യഹൂദന്മാരെ കൂടാതെ ലോകത്തിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെല്ലാം കൂടെ വന്നാൽ, ഏതാണ്ട് 2.5 കോടി യഹൂദന്മാർ വന്നാൽ ഈ കൊച്ചു ജെറുസലേമിൽ ഇവരെ ഉൾക്കൊള്ളാൻ എങ്ങനെ പറ്റും? മശിഹായ വരുന്നത്. ഒരാളിൻ്റെ ദേഹത്ത് പോറൽ പോലും ഏൽക്കാതെ മശിഹായെ കാണാൻ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നറിഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനായ മിസ്റ്റർ റോണി അൽഷക്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ മശിഹായെ കാണിക്കാൻ ജനങ്ങളെ. എൻ്റെ ദൈവമക്കളെ, അതിനു മുമ്പ് സാക്ഷാൽ മശിഹ വന്ന് നമ്മളെ മേലോട്ട് കൊണ്ടുപോകും. ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. രാഷ്ട്രീയ ലോകത്തിനും ലോക ജനതയ്ക്കുള്ള അടയാളം, ഒരുവൻ വരുവാൻ പോകുന്നു ഭരിക്കാൻ ലോകത്തെ. ശാസ്ത്രീയ ലോകത്തിൻ്റെ അടയാളം, ഈ ഭൂമിക്ക് തന്നിരിക്കുന്ന പ്രകൃതികളെല്ലാം തമ്പുരാൻ മാറ്റാൻ പോകുന്നു. അത് ശാസ്ത്രജ്ഞന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകത്തെ അറിയിക്കാൻ. കർത്താവായ യേശു ജനിച്ചപ്പോൾ ഇതേ അടയാളങ്ങൾ എല്ലാവർക്കും കൊടുത്തു, ശാസ്ത്രലോകത്തിന് കൊടുത്തു. അതാ ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ടെന്ന് പറഞ്ഞത്. ഇതെല്ലാം നിൽക്കുമ്പോൾ നമ്മുടെ സമയത്തിനകത്ത് ഞാൻ നിന്നുകൊള്ളാം. ക്രൈസ്തവ ലോകത്തിൻ്റെ അടയാളം നമുക്ക് നോക്കാം. അവൻ വരുന്നത് ആരെ സ്വീകരിക്കാൻ? പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയിൽ നടക്കുന്നത് ആരെ സ്വീകരിപ്പാൻ? സഭയെ എടുക്കുവാൻ. ക്രൈസ്തവ സഭ ഈ തലമുറയോടെ തീരും ഈ ലോകത്തിൽ. ഏതാ സഭ? എത്ര പേരുണ്ടല്ലേ? പെന്തക്കോസ്റ്റൽ സഭകൾ തന്നെ എത്ര എണ്ണം? ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൻ, AG, സ്വതന്ത്ര സഭ ഇല്ലേ? യാക്കോബ, മാർത്തോമ, കാത്തലിക്, CSI, ബ്രദറിൻ, എത്ര സഭ? എണ്ണിയ തീരാത്ത സഭകൾ. ഇതിൽ ഏതിനെ എടുക്കാനാണ് വരുന്നത്? എന്താണ് സഭ? പ്രൈസ് ദി ലോർഡ്. ഒരു 10 മിനിറ്റ്. മനുഷ്യർക്ക് മാത്രം ദൈവം 7 ശക്തി നൽകി. നമ്മളെക്കാൾ വലിയ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ആ ശക്തി അവർക്കില്ല. ഫിസിക്കൽ പവറുണ്ട്, ആനയ്ക്കുണ്ട്. കുതിരശക്തി എന്നാ ശാസ്ത്രം പറയുന്നത്. ശക്തി കണക്കൂടാൻ HP, ഹോഴ്സ് പവർ.
നമ്മുടെ വീട്ടിലിരിക്കുന്ന മോട്ടറിന് ഒരു കുതിരയുടെ ശക്തി, അതാ 1 HP. കുതിരശക്തിയാണ് ലോകത്തിൽ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ മൃഗങ്ങൾക്ക് ശക്തിയുണ്ട്, ആനയ്ക്ക് ശക്തിയുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വേറെ അന്തർലീനമായ 7 ശക്തി മനുഷ്യർക്ക് കിട്ടി. എങ്ങനെ കിട്ടി? ഒന്നാമത്തെ ശക്തി ചിന്താശക്തി. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും രാവിലെ മുതലില്ലേ? ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചിന്താശക്തി. എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാത്ത ആരുണ്ടോ? ചിന്തയെക്കുറിച്ച് ഞാൻ ബാക്കി പറയുന്നില്ല, എത്ര ചിന്ത ഒരു മിനിറ്റിലെന്ന്. സ്തോത്രം. ചിന്താശക്തി 1. ചിന്ത. ഇന്ന് രാവിലെ എന്തോ കറി വെക്കണം ഇല്ലേ? ചിന്തയല്ലേ. നാളെ രാവിലെ അച്ഛൻ എന്താ കൊടുക്കേണ്ടത്? ശരിയാണോ? ചിന്താശക്തി. നാളെ ഏത് ഷർട്ട് ഇടണം, പാൻറ് ഇടണം, ഇന്ന് ചിന്ത. ശരിയാണോ? ഏത് സാരി ഉടുക്കണം കല്യാണത്തിന്? ചിന്താശക്തി. ഉദാഹരണങ്ങൾ സമയം 2. ചിന്താശക്തിയുടെ ചേടുത്തിയാ ബുദ്ധിശക്തി. ചിന്താശക്തിയുടെ ചേടുത്തിയുടെ പേരാ ബുദ്ധിശക്തി. അത് പല വിധത്തിൽ. സാമ്പാർ വെക്കുന്നു വീട്ടമ്മമാരാണല്ലോ കൂടുതൽ. നിങ്ങളുടെ കരുവിനാ പറയുന്നത്. സാമ്പാർ വെക്കുന്നു, വാളംപുളി ഇല്ല, ബുദ്ധി. തക്കാളിക്കായി ഇടാം, ബുദ്ധി ഉണ്ടോ? ഈശ്വരുടെ ബുദ്ധി കൂടി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺപിള്ളേരാണ്. തക്കാളിക്കായി ഇല്ലേ, വാളംപുളിയില്ലേ, ഞങ്ങൾ ഏറ്റു, ടൊമാറ്റോ സോസ് ഒഴിക്കാം, കണ്ടോ? ബുദ്ധി. ചിന്താശക്തി, ബുദ്ധിശക്തി. 3. പവർ ഓഫ് ഇമാജിനേഷൻ, ഭാവനാശക്തി. എരുത്തിൽ നിൽക്കുന്ന പശുവിന് ഭാവനയുണ്ടോ? ആടിന് ഭാവനുണ്ടോ? ഒരു ഭാവനയില്ല. ഞാൻ BSc നഴ്സിംഗ് പാസ്സാകും, MOH എഴുതും, കൂവറ്റി പോകും, ശമ്പളം മേടിക്കും, ഒരു എഞ്ചിനീയറെ കല്യാണം കഴിക്കും, തിരുവല്ലയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കും, ഒരു കാറ് മേടിക്കും, ഇതിലേക്ക് എത്തി നടക്കും. ഭാവന. ഭാവനയില്ലാത്തവരാരുമില്ല. ദൈവം തന്ന അനുഗ്രഹമാണ് കേട്ടോ ഭാവന. 3. 1 ചിന്താശക്തി, 2 ബുദ്ധിശക്തി, 3 ഭാവനാശക്തി, 4 പവർ ഓഫ് പ്രൈസ് ദി ലോർഡ് ബിഹേവിയർ, പെരുമാറ്റ ശക്തി. ഒരു ഭയങ്കര ശക്തിയാ. വേറെ പശു അവിടെ നിൽക്കുന്നു, അതിന് പെരുമാറാൻ അറിയാൻ മേല. നമുക്കറിയാം. നമുക്ക് ഒരാൾ വീട്ടിൽ വന്നു, വലിയ താല്പര്യമൊന്നുമില്ല, പെരുമാറ്റം കാണിച്ചാൽ പുള്ളി പൊക്കോളുകല്ലേ? അത് നമ്മൾ ചെയ്തിട്ടില്ലേ? ആ ശക്തി കാണിച്ചിട്ടില്ലേ? എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പെരുമാറ്റം കാണിക്കുക. എങ്ങനെയാ? കണ വാച്ചലുണ്ട്. എന്താ? മതി അല്ലേ പെരുമാറ്റം? ശരിയാണോ? നിങ്ങൾ പറ. അതാണ് ബിഹേവിയർ, പവർ ഓഫ് ബിഹേവിയർ. മനുഷ്യവർഗത്തിന് മാത്രം. ചിന്താശക്തി, ബുദ്ധിശക്തി, ഭാവനാശക്തി. 4 പെരുമാറ്റശക്തി. 5 ടോക്കിംഗ് പവർ, സംസാരശക്തി. അകത്തിരിക്കുന്ന ആശയം തലേന്ന് വോക്കൽ കോഡിലോട്ട് കൊടുത്തിട്ട് സന്ദേശമായിട്ട് വിടുക. ആ കുഞ്ഞുങ്ങൾ പാടിയ കേട്ടില്ലേ? മനോഹരമല്ലേ? വേറെ ഏതെങ്കിലും സൃഷ്ടിക്ക് സംസാര ശക്തി ഉണ്ടോ? എരുത്തിൽ കിടക്കുന്ന പശുവോ ഇമ്മയെന്നല്ലാതെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കുവോ? നോക്കിക്കേ. കാക്ക. ഞാൻ പോയ സകല രാജ്യത്തിൽ നോക്കി, അമേരിക്കയിൽ പോലും ഒരു കാക്ക എന്നല്ലാതെ ചാകുന്നതിന് മുമ്പ് കീക്കി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നോക്കിക്കേ, നമുക്ക് സംസാരശക്തി. 5ാമത്തെ ശക്തിയാണ് ടോക്കിംഗ് പവർ. 6ാമത്തെ ശക്തി മെമ്മറി പവർ, ഓർമ്മശക്തി. ശരീരത്തിൻ്റെ അകത്തല്ല, മനസ്സിനകത്താ ഓർമ്മ. ഓർമ്മ 2 വിധത്തിൽ. ഹ്രസ്വകാല ഓർമ്മ, ദീർഘകാല ഓർമ്മ. ഹ്രസ്വകാല ഓർമ്മ തലയിൽ അത് പോയി. ഇന്ന് രാവിലെ എന്നാ കഴിച്ച്? ഇഡ്ഡലി. അടുത്ത ചൊവ്വാഴ്ച ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച എന്നാ കഴിച്ചാൽ മറന്നില്ലേ? പക്ഷേ ഓർമ്മശക്തി സ്ഥിരം കാര്യങ്ങളിരിക്കുന്ന മനസ്സിലാ, അത് ശരീരത്തിലല്ല. 6. 7ാമത്തെ ശക്തി കേൾക്കണമോ? ലോകത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും വേണ്ട, നിരീശ്വരനാണെങ്കിൽ പോലും ദൈവം എന്ന് പറഞ്ഞാൽ മേലോട്ടേ നോക്കത്തുള്ളൂ. വേറെ ഒരിടത്തോട്ട് ഒരു മനുഷ്യനും നോക്കത്തില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും മേലോട്ട് നോക്കും. ഇതെങ്ങനെ ഈ ശക്തി കിട്ടിയെന്നറിയാവോ? എല്ലാം ഉണ്ടാകട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞപ്പം മനുഷ്യനെ തൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചു. യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന മലയാളം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. ദൈവം ഓക്സിജൻ വലിക്കുന്ന പുള്ളിയൊന്നുമല്ല, ഊതാൻ. അത് ഊതി വീഴിക്കുന്നത് വേറെ പരിപാടിയാണ്. തമ്പുരാൻ ഊതി വീഴിച്ചതല്ല, തൻ്റെ പവർ അങ്ങോട്ട് പകർന്നതാണ്. അപ്രമേയ ശക്തി ഉണ്ടല്ലോ, ആ അത്യന്ത ശക്തി. പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ 10,000 കോടി ഗാലക്സിയുള്ള ഈ 10,000 കോടി നക്ഷത്രമുള്ള നമ്മുടെ ഗാലക്സി ഉൾപ്പെടെയുള്ള സകലകാല നോക്കിക്കേ, മിൽക്കി വേ, ആൽഫ സെൻട്രി, ആൻഡ്രോമീഡ, വിൽപൂളെ, ട്രയാങ്കുലം, ഇങ്ങനെ പോവുക. പേര് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുമിഴിക്കും. അതറിയാം. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ ഉരുവാക്കിയ തമ്പുരാൻ തൻ്റെ ശക്തി അങ്ങോട്ട് പകർന്നപ്പോൾ നമുക്ക് 7 ശക്തി കിട്ടി എല്ലാവർക്കും. അതിനകത്തെ 1ാമത്തെ ശക്തി ലിബറൽ, ചിന്താശക്തി അഥവാ വിൽ പവർ, സ്വാതന്ത്ര്യം. എന്ത് ചിന്തിക്കാം, ആരും അറിയത്തില്ല. അറിയുന്നൊരു പണി വരുന്നുണ്ട്, പക്ഷെ ഇന്ന് രാത്രി പറയാൻ നേരമില്ല. ഭാര്യ ചിന്തിക്കുന്നത് ഭർത്താവ് അറിയുന്നൊരു സമയം വരുന്നു, സമ്മതി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. തോമാച്ചൻ കൂവറ്റി ഇരുന്നുകൊണ്ട് ആരെയെല്ലാം ചിന്തിച്ചെന്ന് ഇവിടെ ഇരിക്കുന്ന അന്നമ്മ അറിഞ്ഞ കളി എന്നതായിരിക്കും. പറഞ്ഞോ,
വരുന്നു, സംഗതി വരുന്നു. RNM എന്ന് പറയും, രജിസ്റ്റർഡ് നേഴ്സൊന്നും അല്ല, പുതിയ കണ്ടുപിടുത്തമാണ്. 60% പൂർത്തീകരിച്ച്. അറിയാവോ പരിപാടി? ആടി നടക്കാൻ പോവുക ലോകത്തിൽ. ഈ ചിന്താശക്തി സ്വാതന്ത്ര്യം. കൃഷി ചെയ്യുന്നൊരു കൃഷിക്കാരനുണ്ട്, അവൻ്റെ പേരാ പിശാച്. മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ട് അവൻ നിരന്തരം 6-7 വിത്തിടും. അത് എന്ന് വിടും? എൻ്റെ മനസ്സിലിടും, നിങ്ങളുടെയും മനസ്സിലിടും, ദൈവദാസന്മാരുടെ മനസ്സിലിടും. പക്ഷെ സ്വീകരിക്കാനും നിരാകരിക്കാനും നമുക്ക് റൈറ്റ് ഉണ്ട്. തട്ടിക്കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സ്വീകരിച്ചാൽ ഹല്ലേലൂയ അത് വികസിക്കും. മോഹം കിളിർക്കും, പാപം. അതാണ് 6-7 വിത്ത്. അധർമ്മം, അനീതി, അവിവേകം, അവിശ്വസത, അശുദ്ധി, അസൂയ, അത്യാഗ്രഹം അവൻ്റെ വിത്ത. അത് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും അവനിടും എപ്പോഴും. പക്ഷേ നമുക്കതെടുത്ത് ദൂരെ കളയാനുള്ള പവർ തന്നിട്ടുണ്ട്. അറിയാമോ? 50 സാരി എടുത്തിട്ടാൽ 49 മാറ്റി ഇഷ്ടമുള്ളത് എടുക്കാൻ റൈറ്റ് തന്നിരിക്കുന്ന പോലെ ഈ 7 വിത്ത് വിട്ടാൽ കളയാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്ന് കിടക്കാൻ അനുവദിച്ചാൽ പാപം. അതാണ് പാപം. അവൻ കല്യാണം കഴിക്കും, വിദേശത്ത് പോകും, വീട് പണിയും, പണം സമ്പാദിക്കും, പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം പോയി. ഇവിടെ സമാധാനമില്ല. മരിച്ചു കഴിഞ്ഞാൽ സയൻസിൻ്റെ ഭാഷയിൽ ഇവിടുന്ന് വെറും 8 കിലോമീറ്റർ താഴെ 2000 ഡിഗ്രി ചൂടിൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവർ പോകുന്ന സ്ഥലം വേദപുസ്തകവും പറയുന്നു, സയൻസും പറയുന്നു. വേദപുസ്തകം പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അച്ചായൻ കിടപ്പുണ്ട് അല്ലേ? അച്ചായൻ തന്നെ പറയുന്നത്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അതാ സയൻറ്റിസ്റ്റ് വിക്ടർ റസോക്കോവ് അളന്നത് 2000 ഡിഗ്രി ചൂട്. എൻ്റെ സങ്കടം എന്നാ അറിയാം? വ്യക്തിപരമായൊരു സങ്കടം. എത്ര അച്ചായന്മാർ അമ്മമ്മമാരവിടെ പോകുന്നത്, ദൈവത്തെ കൂടാതെ മരിക്കുന്നവർ. അവരവിടെ കിടന്ന് അനുഭവിക്കുന്നത് ആ വിക്ടർ യസോക്കോവിൻ്റെ ഭാഷയിൽ 2000 ഡിഗ്രി ചൂട്, സയൻസിൻ്റെ ഭാഷയിൽ ലിത്തോസ്ഫിയർ, ദൈവദാസന്മാരുടെ ഭാഷയിൽ അധമ പാതാളം. അവിടെ കിടന്ന് 2000 ഡിഗ്രി ചൂട്. ഇവിടെ അവരുടെ പ്രിയപ്പെട്ടവർ എഴുതി വെക്കും, നല്ല ഒന്നാന്തരം ഗ്രാനൈറ്റിൽ അവർ പപ്പ, അപ്പച്ച, അച്ചായ, ഡിയർ വൺ, റെസ്റ്റ് ഇൻ പീസ്. എവിടെ അവൻ കിടക്കുന്നത്? എവിടെ? 2000 ഡിഗ്രി ചൂടിൽ എഴുതി വെക്കും, സമാധാനത്തോടെ അവിടെ കിടന്നോളാൻ. അതിൻ്റെ പേരാണ് മരിച്ചിട്ട് വധിക്കുക. മനസ്സിലായോ? അവൻ മരിച്ചാൽ പാപം ചെയ്യുന്നവന് എത്ര മിടുക്കനാണെങ്കിലും വേദപുസ്തകത്തിൽ ഒരൊറ്റ ശവോടൊക്കെ ഉള്ള റെക്കോർഡ് ചെയ്തത് അതാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ആ എന്നാ അടക്കമാണ് നിങ്ങളൊന്ന് ഓർത്തിയപ്പോൾ. വേദപുസ്തകം റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്നതാ. പക്ഷേ പോയത് എവിടാ? 8 കിലോമീറ്റർ താഴെ ഇല്ലേ? എന്നാൽ ക്രിസ്തുവിൽ ഒരുവൻ മരിച്ചാൽ അവനെ അടക്കണ്ട, അവന് പറുദീസയിലാണ്. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ മരിച്ചപ്പോൾ ഇതിനെന്താ പരിഹാരമെന്ന് ദൈവം നോക്കിയപ്പോൾ പാപം കിടക്കുന്നത് മനസ്സിൽ, അത് പമ്പ് ചെയ്യുന്നത് രക്തം. രക്തം പമ്പ് ചെയ്താലേ പാപം നടക്കത്തുള്ളൂ. കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. വൈദ്യശാസ്ത്രം പറയുന്നു നമ്മുടെ ശരീരത്തിലെ രക്തം 2 കാര്യം ചെയ്യുന്നു. 1, അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് എനർജി തരുന്നു. 2, അതിനകത്തെ ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡ് ഹീറ്റ് എടുത്ത് മാറ്റുന്നു. ഇതിന് തകരാറ് വരുമ്പോൾ ആ സംഗതി കുഴയുന്നത്. രക്തത്തിനകത്താണ് സകലതും കിടക്കുന്നത്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നോക്കുന്നത് രക്തമാണ്. സംഗതി അതിനകത്താ. ഇത് മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കും. പിന്നെ ദൈവദാസന്മാർക്കറിയാം. തിരുവചനം പറയുന്നു, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ. ഇനി അതിന് സിമ്പിൾ തെളിവ് പറയാം. കുറ്റകൃത്യങ്ങളുടെ പ്രായം നോക്കിക്കോണം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് മിക്കവാറും എല്ലാം 20 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കാണ് ഈ കുഴച്ചിലെല്ലാം കാണിക്കുന്നത്. 65-ന് മേളിലുള്ള ഗുണപ്പെട്ടിട്ടല്ല. കുട്ടികളുടെ ഭാഷയിൽ ആംബിയർ ഇല്ല. ചെയ്താൽ കൊള്ളാമെന്ന് ആശയമുണ്ട്, പക്ഷേ ആംബിയർ പോയി. അപ്പോൾ രക്തത്തിൽ പാപം കിടക്കുന്നു എന്ന് ദൈവം നമ്പുരാൻ മനസ്സിലായപ്പോൾ ഈ രക്തം ക്ലീൻ ചെയ്യാൻ ഭൂമിയിൽ ഒരു രക്തവുമില്ല. കാരണം എല്ലാം മലിനം പിടിച്ച രക്തമാണ്. അതുകൊണ്ട് ദൈവം നമ്പുരാൻ രക്തമുള്ളവനായിട്ട് ഇങ്ങോട്ട് വന്നത് നമ്മളെ രക്ഷിക്കാൻ. അതാണ് യേശു. അത് ദൈവം തന്നെയാ. യേശു 2ാം ദൈവമല്ല. അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലതും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ദൈവമക്കളെ, നമ്മളെങ്കിലും യേശുവിനെ 2ാം ദൈവമായിട്ട് കാണരുത്, യഥാർത്ഥ പിതാവായിട്ട് കണ്ടോണം. പക്ഷെ പിതാവായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഈ ഭൂമിയിൽ നടക്കത്തില്ല. അതാ 50 പേരായി സ്റ്റേജിൽ കയറി ഞാൻ എണ്ണി. പെൺപിള്ളേർക്ക് പിന്നെ വെയിറ്റ് കുറവാണ് അല്ലേ? ഇവിടുത്തെ പെൺപിള്ളേർക്ക് വെയിറ്റ് കൂടുതലാണ്, ഇവിടുത്തെ പെൺപിള്ളേർക്ക് വെയിറ്റ് കുറവാണ്. ഇത്രയും പെൺപിള്ളേർ, ഇത്രയും ദൈവദാസന്മാർ ഇരുന്നിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. സ്റ്റേജ് അനങ്ങിയില്ല. എന്നാലും ഒരു ആനയെ ഇങ്ങോട്ടൊന്ന് കയറ്റ്, ചെറിയ ഒരു ആനയെ ഇങ്ങോട്ട് കയറ്റിക്ക്. ആന വരും. നാളെ
ബാബുചെറിയാൻ ഭാഷയ്ക്ക് പ്രസംഗിക്കണേ വേറെ സ്റ്റേജ് കെട്ടണം അല്ലേ? ഒരു കുട്ടിയാനയ്ക്ക് ഈ സ്റ്റേജിൽ കയറാൻ മേലെങ്കിൽ അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ നിർമ്മിച്ച ആ അപ്രമേയ ശക്തിയായ ദൈവത്തിന് ആ തേജസ്സിൽ ഈ ഭൂമിയിൽ വരാനൊക്കത്തില്ല. വന്ന ഭൂമിയില്ല. അതിനാ തൻ്റെ സൃഷ്ടിയെ രക്ഷിക്കാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവൻ അവരെ പോലെ ജഡമായി. അങ്ങനെ അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൽ പാപക്കറ മാറുന്നവർ ദൈവമക്കൾ. ഇനി സഭയാരാ? അത് പറയാനാ. സഭ എന്നതാ? ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പും പാപക്ഷമയും സൗജന്യമായി പറഞ്ഞു. എന്നിട്ടൊരു ഓഫർ തന്നു, നമുക്ക് ഒരു പൊസിഷൻ തന്നു. അങ്ങനെ ആകുന്നവർക്ക് എന്താ സഭ? കൊലോസ്യർ 1:18 അനുഭവം ഉണ്ടെങ്കിൽ അതാ സഭ. അതിന് റോമൻ കത്തോലിക്ക സഭയായാലും മർത്തോമ സഭയായാലും പെന്തിക്കോസ് സഭയായാലും യാക്കോബ സഭയായാലും നോക്കിക്കോണം. കൊലോസ്യർ 1:18 വായിച്ച മോനെ. കൊലോസ്യർ 1:18. ക്രിസ്തു എന്ന ആ ശിരസിന്റെ ശരീരമാകാൻ ദൈവം തമ്പുരാൻ പരിഗണന നൽകിയതാ സഭ. കൊച്ചു മകനെ കണ്ടപ്പോൾ എല്ലാം വിട്ടെടുത്ത് ഉമ്മ കൊടുത്തിയ ഒരു മനുഷ്യരാണ് ഞാനും നിങ്ങളുമെങ്കിൽ തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർക്ക് കൊടുത്ത പദവി വീട്ടുകാരെന്നല്ല, മകനെന്നല്ല, മകളെന്നല്ല, നീ എൻ്റെ ശരീരമാ. അപ്പോൾ തേജോമയനായ ദൈവത്തിൻ്റെ നിതന്തമായ അവതാരമല്ല, വെളിപ്പെടലായ യേശുവിൻ്റെ ശരീരമാകാൻ യോഗ്യതയുണ്ടെന്ന് അകത്ത് ചിന്തയുണ്ടെങ്കിൽ അവരാ സഭ. ഡിനോമിനേഷൻ അവിടെ നിൽക്കട്ടെ. യേശു അവതാരവും അല്ല, യേശു വെളിപ്പെടല. ദൈവം അവതരിക്കത്തില്ല അങ്ങനൊന്നും. പ്രൈസ് ദി ലോർഡ്. അത് മലയാളിയുടെ ഭാഷയാണ്. യേശു മാനിഫെസ്റ്റേഷനല്ല, റിവീലേഷനാ, വെളിപ്പെടല. ആ ദൈവം മനുഷ്യർക്ക് വെളിപ്പെട്ടതാ യേശു. അതൊരു ശിരസാണെങ്കിൽ ആ ശിരസിനോട് ചേരാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് മനസാക്ഷിയിൽ ധൈര്യമുള്ളവരുടെ കര ഉയർത്തിക്കുകയും ഇതാ സഭ. അല്ലാതെ പേരല്ല, പാരമ്പര്യമല്ല, പണമല്ല, സ്ഥാനമല്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് നല്ല മനസാക്ഷിയിൽ ധൈര്യമുണ്ടോ അവരാണ് സഭ. അത് ഈ തലമുറയിൽ എടുക്കും. അടയാളം ക്രൈസ്തവ സഭയ്ക്ക് 11 അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. അതിലൊറ്റ അടയാളം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. യാത്ര പലതുണ്ടില്ലേ? യാത്ര, ദീർഘയാത്ര, സുദീർഘയാത്ര, 3 യാത്രയാണ്. ഇവിടുന്ന് കുമ്പനാട്ടിന് പോകുന്ന യാത്രയാണ്. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല അല്ലേ? പോവുക, അടുത്ത വണ്ടിയെ പോവുക, തിരിച്ചു വരിക. പിന്നെ ദീർഘയാത്ര, അത് ഇച്ചിരി കൊടുത്തു ട്രിവാൻഡ്രം വരെ, അതൊരു ദീർഘയാത്രയാണ്. ഞാൻ കുമ്പനാട് വരെ പോയേച്ച് വരാമെന്ന് പറയും ചെറിയ യാത്രയ്ക്ക്. ഞാൻ തിരുവനന്തപുരം വരെ പോയേച്ച് വരിക എന്നാരും പറയത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്തിന് പോകാൻ ഇച്ചിരി ടൈം എടുക്കും അല്ലേ? ഇനി അതിനേക്കാൾ കേട്ടോണം, സുദീർഘയാത്ര ഡൽഹിക്ക്, അത് ഇച്ചിരി മാറും. സ്തോത്രം. ഡൽഹിക്ക് യാത്ര എങ്ങനെയാ? ഓടിപ്പോയർക്കത്തില്ല. ടിക്കറ്റ് റിസർവ് ചെയ്യണം ഇല്ലേ? ബാഗേജ് കൊണ്ടുപോകണം, വല്ലതും കൊണ്ടുപോകണ്ടേ? പേസ്റ്റും ബ്രഷും തുണിയെല്ലാം എടുക്കുകയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. പിന്നെ ടിക്കറ്റ് റിസർവ് ചെയ്യും. വീട്ടിലെ വേഷമാണോ? മതിയായ വേഷം ധരിച്ചല്ല പോകത്തുള്ളൂ. 4 ഒരു വലിയ ഉത്സാഹം പോകാൻ അല്ലേ? 4 കാര്യമാണ്. അപ്പോൾ സുദീർഘയാത്ര. ഈ ലോകം കണ്ട ഏറ്റവും വലിയ യാത്ര ചന്ദ്രയാത്രയാണ് അല്ലേ? ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ യാത്ര 2024-നും 2026-നും ഇടയ്ക്കാണ്. ആ ചന്ദ്രയാത്ര 3.25 ലക്ഷം കിലോമീറ്ററേ ഉള്ളായിരുന്നു. പക്ഷേ 2024-നും 2026-നും ഇടയ്ക്ക് നമ്മൾ ലോകം കാണാൻ പോകുന്ന യാത്ര 5.5 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള യാത്രയാണ്. ആ യാത്രയുടെ പേര് ആ ചൊവ്വയിലേക്കുള്ള യാത്ര. മാർസ് 5.5 കോടി കിലോമീറ്റർ അകലെയാണ്. 54 ബില്യൺ കിലോമീറ്റർ അകലെയുള്ള യാത്ര. അത് 800 ദിവസത്തെ യാത്ര. അങ്ങോട്ട് കൊണ്ടുപോകാമെന്നല്ല, അത് ഇങ്ങോട്ടുള്ളതിന് ഒരു ഉറപ്പുമില്ല. എന്നിട്ട് ഒരു മലയാളി ചാനൽ ഉൾപ്പെടെ 200 പേരും ബുക്ക് ചെയ്തു. അപ്പം യാത്ര, ദീർഘയാത്ര, സുദീർഘയാത്ര. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയങ്കര ഒരു യാത്രയുണ്ട്. അതാണ് സ്വർഗീയ യാത്ര. അതിന് 800 ദിവസം വേണ്ട, കണ്ണ് വയ്ക്കുന്നതിനിടയിൽ. നോക്കിക്കോണം നിങ്ങൾ. ചൊവ്വയിലേക്കുള്ള യാത്രയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെയുള്ളവർ പോന്നാൽ മതിയെന്നാ. എന്നാൽ സ്വർഗീയ യാത്രയ്ക്ക് ഉറപ്പുണ്ട്. 7 വർഷം കഴിയുമ്പോൾ തിരിച്ചുകൂടെ കൊണ്ടുവരും. പക്ഷെ കൊണ്ടുപോയതിലല്ല, അടിപൊളിയായിട്ട് ഫാഷനൊക്കെ മാറ്റി ശരീരമൊക്കെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ക്രൈസ്തവ ഗോളത്തിന് നടക്കാൻ പോകുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം, ഒരു വിവാഹ വീട്. നമ്മളെല്ലാം പോകുന്നില്ലേ വിവാഹ വീട്ടിൽ 2 അടയാളം. ഒന്നിച്ച് പറയുക, വിവാഹ വീട്ടിനെ
അടയാളം, ഒന്ന് വിവാഹ വീട്ടുകാർക്ക് കാണാൻ, രണ്ട് നാട്ടുകാർക്ക് കാണാൻ. നാട്ടുകാർക്ക് കാണാൻ മലയാളിയുടെ ഭാഷയിൽ ഒറ്റ അടയാളമേ ഉള്ളൂ, ഒരു 10-60 കാറ് വന്ന് കിടക്കും. അത് അവരുടെ അടയാളം. ഇവിടെ കല്യാണമാണ്. പിന്നെ ശവോടക്കല്ലെന്നറിയാൻ കാര്യം, ഒരു കാറിന് അത് പൂവും വെച്ചേക്കും. അപ്പം ഇത് എന്തുവാ വെഡിങ്. വീട്ടുകാർക്ക് ഒത്തിരി അടയാളമുണ്ട്. എന്നാണെന്നറിയാമോ? കല്യാണത്തിന് ഒരുങ്ങുന്നു അല്ലേ, എന്തൊരു ഉത്സാഹം. ഒന്ന് ചെന്നേ, അവിടെ ചെന്ന ഉത്സാഹമാണ്. എങ്കിൽ ദൈവമക്കളെ, ക്രൈസ്തവ സഭയ്ക്ക് 4 അടയാളം. 1, യാത്രയ്ക്ക് ഉള്ള ഡ്രസ്സ് വേണം. സ്വർഗീയ യാത്രയ്ക്ക് വേഷം വേണം. വീട്ടിലെ വേഷം കൊണ്ടൊന്നും പോകാനൊക്കത്തില്ല. 2, ടിക്കറ്റ് മുൻകൂർ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ, അമേരിക്കക്ക് പോകാൻ 3 മാസം മുമ്പ് എടുക്കണമെങ്കിൽ സ്വർഗീയ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കണം. 3, ബാഗേജ് വേണം. 4, ഒരു ഉത്സാഹം വേണം പോകാൻ യാത്രയ്ക്ക്. ഈ 4 കാര്യം കേട്ടു. 1, യാത്രയ്ക്കുള്ള വേഷം, ഷർട്ടും പാൻറ്റും അല്ല, പൈജാമയല്ല, ജീവിതത്തിൻ്റെ വിശുദ്ധി. അതില്ലാത്തവർക്ക് പോകാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ജീവിത വിശുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. പഴയ നിയമത്തിലെ ദൈവം, പുതിയ നിയമത്തിലെ യേശു, യഹോവ പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി. ഏതാ? ഷവറിൻ്റെ കീഴെ നിന്ന് കുളിച്ചിട്ട് പിയേഴ്സ് സോപ്പിട്ട് തേച്ചിട്ട് ഷാമ്പു അടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പെർഫ്യൂം അടിക്കുന്ന വിശുദ്ധിയല്ല. അകത്തെ കേടുകളെല്ലാം ഒന്ന് കളഞ്ഞ്, സകല അശുദ്ധിയും കളഞ്ഞ്, സകല തെറ്റുകളും കളഞ്ഞ്, ഹല്ലേലൂയ, സകല കന്മഷങ്ങളും കളഞ്ഞ്, സകല ജഡ ഇച്ഛകളെയും വെട്ടിപ്പിടിച്ച് തകർത്തിട്ട് സകലത്തെയും കളഞ്ഞ് വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ പോകാനൊക്കത്തുള്ളൂ. സ്തോത്രം. പ്യുവർ ഹോളിനെസ്. 2, പ്രൈസ് ദി ലോർഡ്, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റില്ല പോകാനൊക്കത്തില്ല. ടിക്കറ്റിന് പൈസ കൊടുക്കണം. ഫ്രീ. സ്വർഗത്തിൽ പോകാൻ ടിക്കറ്റ് ഫ്രീ അല്ല. ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കൈ പൊക്കിക്കോണം. ഇല്ല, ടിക്കറ്റ് എടുത്തോണം. ടിക്കറ്റിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവേ. അതില്ലാത്ത ഒറ്റ എണ്ണത്തിനെ മേലോട്ട് കയറ്റത്തില്ല. അറിയാമല്ലോ, എയർപോർട്ടിലോട്ട് ചെയ്യുന്ന ബോർഡിംഗ് പാസ് അങ്ങോട്ട് കാണിച്ചാലേ മേലോട്ട് കയറ്റി കൊടുത്തുള്ളല്ലേ. പ്ലെയിനെ കയറാൻ, ട്രെയിനെ കയറാനില്ല, അന്നേരം ടി ടി വരും. നമ്മൾ കയറി അവൻ്റെ കയ്യിൽ നമ്മുടെ ബെർത്ത് നമ്പർ വരെ കയ്യിലിരിപ്പില്ലേ അദ്ദേഹത്തിൻ്റെ. നമ്മൾ കയറേണ്ട പുള്ളിക്കറിയാം 53 ലോവർ ബെർത്ത്, എലിയാമ തോമസ് കുറ്റപ്പഴ ഉണ്ടോ. ഇതുപോലെ സ്വർഗീയ യാത്രയ്ക്കുള്ള ടിക്കറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അത് ഫ്രീ അല്ല. കാശ് കൊടുത്തേ കിട്ടത്തുള്ളൂ. അതിന് ഡോളർ കൊടുത്താൽ കിട്ടത്തില്ല, ഇന്ത്യൻ റുപ്പി കൊടുത്താൽ കിട്ടത്തില്ല. അതിന് കൊടുക്കേണ്ട ഒരൊറ്റ നാണയം, രക്ഷയുടെ വില കൊടുക്കണം. രക്ഷിക്കപ്പെട്ടാൽ കിട്ടുന്ന ടിക്കറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. 1, യാത്രയ്ക്കുള്ള വേഷം, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ വിശുദ്ധി, ഹോളിനെസ് ഓഫ് ദി ലൈഫ്. 2, ടിക്കറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ പാട്ടുകാർ നല്ലപോലെ പാടും. കാഹളം, അത് പാട്ടുകാരൻ. ഞാനിത് എൻ്റെ നോവൽ റിപ്പോർട്ട് പറയും, നിങ്ങൾ വായിച്ചാൽ കരയും ചിരിക്കും. പക്ഷേ പാട്ടുകാരൊക്കെ എഴുതും. പക്ഷേ ഇത് ചെവി കേൾക്കുന്ന സൂത്രമൊന്നും അല്ല. നമ്മുടെ വീട്ടിലോ ചർച്ചിലോ ഒരു അപ്പച്ചനുണ്ടെന്ന് സങ്കല്പിച്ച്, ഒരമ്മച്ചി, നല്ല വിശുദ്ധൻ. ഇയർ ഡ്രം ഇല്ല, പോയി. ഇയർ ഡ്രം ഉണ്ടെങ്കിലല്ലേ വല്ലതും നടക്കത്തുള്ളൂ. പുള്ളിക്ക് വെടി വെച്ചാൽ പോകാം. ഏത് കാഹളം കേൾക്കും? പറ, ഏത് കാഹളം കേൾക്കും? കടലിനടി 300 മീറ്റർ ഉണ്ട്, അവിടെ സൗണ്ട് ചെല്ലത്തില്ല താഴെ. എത്ര എൻ്റെ ചർച്ചിലുണ്ട് മറൈൻ എഞ്ചിനീയർ കടലിനടിയിൽ. എന്നാ നല്ല ആത്മീയനാണെന്നറിയാമോ? അവൻ കാഹളം കേൾക്കുമോ? ഒരു നേഴ്സ് ഡബിൾ ഡ്യൂട്ടിയും ചെയ്ത് ഇങ്ങോട്ട് വന്ന് വീട്ടിലോട്ട് കയറി AC ഓൺ ചെയ്ത് കമ്പിളി മൂടി പൊതി ചുരുണ്ട് കൂടി കിടന്ന് സ്വപ്നം കണ്ടു തുടങ്ങി. ഏത് കാഹളം കേൾക്കും? നിങ്ങൾ പറ. ICUവിൽ ഒരു അമ്മച്ചൻ കിടക്കുക, വെന്റിലേറ്ററിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ, മിക്കവാറും അങ്ങോട്ടാ. ഏത് കാഹളം കെട്ടി ചാടി എഴുന്നേക്കും? ഇനി തീർന്നില്ല. വേദപുസ്തകം വായിച്ചാൽ കാണാം, കർത്താവിൻ്റെ വരവ് സന്ധ്യ പോലെ ആകും ലോകം മുഴുവൻ. ഈവനിങ് എഫക്റ്റ് എന്ന് പറയും. സക്കറിയാവ് 14:6 അതുപോലെ. അപ്പം സന്ധ്യ സഹായാൽ ചൊവ്വുള്ളതും ഗുണം പിടിച്ചും എല്ലാം ഒന്നും ഈ വീട്ടിലല്ല, ചർച്ചിലാണ് അല്ലേ. അല്ലാത്തൊക്കെ അവിടെ കലിങ്കയിലും പാളത്തേലും പാലത്തേലും ഇല്ലേ. അവനൊക്കെ കാഹളം കെട്ട് മേലോട്ട് പോകും. ഇതൊക്കെ തമ്പുരാൻ അറിയാം. അത് വരാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4:30. പരിശുദ്ധാത്മാവ് 7 കാര്യങ്ങൾക്കാ. 7ാമത്തെ കാര്യം, കാഹളം കേൾക്കുന്നത് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാ. കാഹളവും ദൈവത്തിൻ്റെത്, ആത്മാവും ദൈവത്തിൻ്റെത്. എൻ്റെ ആത്മാവോട് ഒട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ഉറങ്ങുമ്പോഴും അത് ഉണർന്നിരിക്കും.
അല്ലേ? ഞാൻ ഉറങ്ങുന്നുവെങ്കിൽ നീ ഉണർന്നിരിക്കുന്നു. നമ്മൾ സഭായോഗത്തിന് ഉറങ്ങുന്നത് പോലെ അവനും ഉറങ്ങത്തില്ല, മനസ്സിലായോ? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ ഉണർന്നിരിക്കുക. കാഹളം കേൾക്കുന്നത് എന്നിലും നിങ്ങളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ടിക്കറ്റ്. അതുള്ളവർ എടുക്കപ്പെടും. 3 ബാഗേജ് അനുവദിച്ചതേ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. ചിക്കാഗോയിൽ എയർപോർട്ടിൽ ഒരു സംഭവം കഴിഞ്ഞ വർഷം കണ്ടു. അയ്യോ, രസമായിരുന്നു. ആദ്യം 4 ഫ്ലൈറ്റ് ഒന്നിച്ച് വന്നിറങ്ങി. ഭയങ്കര എയർപോർട്ടാണ്, ഒഹേറ എയർപോർട്ട്. അവിടുത്തെ ഒരു അച്ചാനെ ഇന്ന് ഉച്ചയ്ക്കാണ് കണ്ടത്. വെനേസ്തറിൻ്റെ ചേട്ടൻ അച്ചാനും അമ്മാമയും ഒഹേറ എയർപോർട്ട്. അവിടെ 4 ഫ്ലൈറ്റ് ഒന്നിച്ച് വന്നിറങ്ങി. ഇവരെല്ലാം ഇമിഗ്രേഷൻ ക്ലിയറിൽ നിൽക്കുക. എയർലൈൻസുകാർ ഈ ബാഗേജ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ട്രംപ് ചെയ്തു. കൺവെയർ ബെൽറ്റ് വഴി വന്ന് കറങ്ങി തിരിച്ചപ്പോൾ അവിടുന്ന് ജോലിക്കാരെല്ലാം കൂടെ താഴെ ഇട്ടു. 4 ഫ്ലൈറ്റിൽ പെട്ടി ഒന്നിച്ച് കിടക്കുക. അവിടുന്ന് ആൾക്കാർ വന്ന് പെറുക്കിക്കൊണ്ടിരിക്കുമ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കറുത്ത പട്ടിയും കൊണ്ട് നടക്കുക ഇതിനോട് വഴി. അതിങ്ങനെ മണപ്പിക്കുക. ബോംബോ, സ്ഫോടക വസ്തുക്കളോ പിന്നെ മയക്കുമരുന്നുകളോ ഉണ്ടെങ്കിൽ പട്ടി മണത്ത് പിടിക്കും. ആ പെട്ടി ഉടനെ തുറക്കും. ഞാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത പെട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പട്ടി ഇങ്ങനെ മണക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ പെട്ടി അങ്ങോട്ട് പൊക്കി. ഇംഗ്ലീഷ് ചോദിച്ചു, ഇതാരുടെയാന്ന് ചോദിച്ചു. കേട്ടോണേ രസം. ഞങ്ങളുടെ കോട്ടയത്തിനടുത്തുള്ളൊരു അമ്മച്ചിയാണ്, മലയാളിയാണ്. അല്ല, തിരുവല്ലക്കാരിയല്ല കേട്ടോ. അമ്മച്ചി കൈ കുപ്പി നിൽക്കുക. ഇതുവല്ല അദ്ദേഹം നോക്കുന്നുണ്ടോ? അമ്മച്ചി മലയാളത്തിൽ പറഞ്ഞിട്ട് ഒന്നുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചില പലഹാരമേ ഉള്ളെന്ന് അമ്മച്ചി മലയാളത്തിൽ പറഞ്ഞിട്ട്. ഈ പുള്ളിക്ക് ഇതെല്ലാം അറിയാവോ? പുള്ളി പെട്ടി ഒരു ഹുക്ക് കൊണ്ട് അങ്ങോട്ട് തുറന്നേ ഓരോന്നും എടുത്ത്. എന്താ ഞാൻ നോക്കി അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ആദ്യം എടുത്തത് എന്നാണെന്നറിയാവോ? ഇത് ഏത്തക്കാ ഉപ്പേരി. അതെടുത്ത് പുള്ളി ഒരു കുഞ്ഞിനെ വെക്കുന്ന പോലെ ടേബിളെ വെച്ചത് ഉടയാതെ തിരിച്ച് പാക്ക് ചെയ്യാനാണ്. അത് കഴിഞ്ഞ് കുഴലപ്പം, അത് പകുതി പൊടിഞ്ഞതാണ് വന്നത്. എന്നിട്ടും ആ പുള്ളി അതെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചാൽ വെക്കുക. നമ്മൾ വലിയ അത്രയും വെക്കുകയല്ല. ഇങ്ങനെ ഓരോന്നും എടുത്ത് ടേബിളെ വെച്ച് നോക്കി പിന്നൊരു സാധനം പൊക്കി ഇങ്ങനെ വെച്ചു. നോക്കിയപ്പോൾ എന്നാ അറിയാവോ? ഉണക്കമീൻ. അന്നേരം പുള്ളി എടുത്ത് കാർവേയിൽ ജാരതേച്ച് ചെന്നിച്ച് പറഞ്ഞു, $50 പിഴ. ഇതിവിടെ കൊണ്ടുവരാനൊക്കത്തില്ല, കളഞ്ഞിരിക്കുന്നു. കൊണ്ടുവന്നേനെ $50 പിഴ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ബാഗേജ് ശരിക്കേ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. വാരി വലിച്ചൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. ഒത്തിരി ബാഗേജ് നമ്മൾ വലിച്ചു കൂട്ടും. ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. കെട്ടി നേടിയ പണം, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, അലങ്കാരങ്ങൾ, ഡിഗ്രികൾ, ഇതൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. ഒറ്റ സാധനം സ്വർഗത്തിൽ കൊണ്ടുപോകാം. അതിപ്പോൾ നിങ്ങളെ ഞാനും അത് നിർമ്മിച്ചാൽ കൊണ്ടുപോകാം. ഒന്ന് വേഗം വായിക്കാം. തീത്യോസ് 2:14 ഒന്ന് വായിച്ചേ. സ്വർഗം അനുവദിച്ചിരിക്കുന്ന ഒരൊറ്റ ബാഗേജേ ഉള്ളൂ. അത് കയ്യിലുണ്ടോ? സംഗതി റെഡി. വായിക്കാം. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി പ്രവർത്തികളിൽ ശുഷ്കാന്തി, ഗുഡ് ഡീഡ്സ്. വല്ലോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാം. ദൈവനാമ മഹത്വത്തിനും പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നതും സമൂഹത്തിനും സഭയ്ക്കും നമ്മുടെ വ്യക്തിത്വത്തിനും കുടുംബത്തിനും ചേരുന്ന നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാം. അല്ലാത്തതെല്ലാം കത്തിപ്പോകും. അറിയാമല്ലോ, അല്ല മരം, പുല്ല്, വൈക്കോൽ കത്തുന്നത് പോലെ കത്തും. സൽപ്രവൃത്തി 4 കാര്യം. 1 വിശുദ്ധിയുടെ ഒരുക്കം. 2 പരിശുദ്ധാത്മാവിൻ്റെ ടിക്കറ്റ്, ഈ തലമുറയാ. 3 സൽപ്രവൃത്തി. 4-മത്തേതിനെ അറിയാമോ? നമുക്കൊരു ഉത്സാഹം വേണം പോകാൻ. എന്നാ തിരക്കല്ലേ അമേരിക്കയ്ക്ക് പോകാൻ, എന്നാ തിരക്കാ. എയർപോർട്ടിൽ നിന്ന് 3 മണിക്കൂർ മുമ്പ് ചെന്നാൽ മതി എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. 2 മണിക്കൂർ മുമ്പ് ചെന്നാലും പോകാം. ഞാൻ ഇന്നാൾ പോയ പോലെ അപ്പച്ചനെ കണ്ട് എയർപോർട്ട് തുറക്കും മുന്നേ വന്നിരിപ്പുണ്ട്. പുള്ളി എയർപോർട്ട് 12:02 തുറക്കത്തുള്ളൂ രാത്രി. ഈ പുള്ളി 10:00 വന്നു. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പോന്നേ ഉള്ളെന്ന്. ഉത്സാഹം നോക്കിക്കേ. നമുക്ക് സ്വർഗീയ യാത്രയ്ക്ക് ഉത്സാഹം ഉണ്ടോ? 2009 ഒരു പിൻ പോയിന്റാണ്. കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ 4-1 ആളുകൾക്ക് ഒരു രോഗം വരും. ആ രോഗം 90 ദിവസം ശരീരത്തിൽ നിൽക്കും. കർത്താവിൻ്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ ഒരു രോഗം, 3 വർഷം കഴിയുമ്പോൾ ഒരു രോഗം വരും. ആ രോഗത്തിൽ അന്നത്തെ തലമുറയിൽ 3-1 മരിക്കും എന്ന് ബൈബിള് പറയുന്നു. വെളിപ്പാട് 6:7. ആ രോഗം ആരംഭിച്ചത് 2009 കണ്ടുപിടിച്ചത്. നേരത്തെ ഉണ്ടായിരിക്കാം. സയൻസ് കണ്ടുപിടിച്ചത് 2009. ഇന്നും ആ രോഗത്തിന് ചികിത്സയില്ല. ആ രോഗത്തിൻ്റെ ആദ്യത്തെ പേരാ H1N1. അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഏത് ഡോക്ടറെ വിളിച്ചെന്നോ? പാരസെറ്റമോൾ അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അത് പല പേരിൽ അറിയപ്പെടുമെന്നേ ഉള്ളൂ. പല രാജ്യത്തിലെല്ലാം ചേർത്ത് അനിയത്തിയാണ്. H1N1, ഫിഗ് ഫീവർ, നമ്മൾ പറയും ചിക്കൻഗുനിയ, അല്ലേ? ഇതെല്ലാം H1N1-ൻ്റെ അനിയത്തിമാരാണ്. അതേ വർഷം ആത്മീയത്തിൽ ഒരു രോഗം വന്നു. H1N1-ന് സമമായ ഒരു രോഗം, പോകാനുള്ള ഉത്സാഹത്തെ കെടുത്തുന്ന രോഗമാണ്. ആ രോഗത്തിന് പേരിട്ടത് ഡോക്ടേഴ്സ് അല്ല, പാസ്റ്റർമാരല്ല, നമ്മുടെ കർത്താവാണ്.
കർത്താവ് ആ രോഗത്തിന് നല്ലൊരു പേരിട്ടിട്ടുണ്ട്. ആ പേരൊന്ന് വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ആ രോഗം ഏതാ? ഉത്സാഹം, എന്ത്യുശ്വാസമില്ല, പോകാൻ ഉത്സാഹമില്ല, യാത്രയ്ക്ക് ഉത്സാഹമില്ല, സ്വർഗീയ യാത്രയ്ക്കുള്ള ഉത്സാഹം നഷ്ടപ്പെടുത്തുന്ന രോഗം. പിന്നെ ശരീരം രൂപാന്തരപ്പെടുവാൻ തടസ്സപ്പെടുത്തുന്ന രോഗം. ഈ ദ്രവത്വമുള്ളതിനെ അദ്രവത്വം അവകാശമാക്കുവാൻ അതിനെ തടസ്സപ്പെടുത്തുന്ന, ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു രോഗം. സാത്താൻ ഭരിക്കുമ്പോൾ ഇവിടെ പിടിച്ചിടത്തക്കവണ്ണം അവൻ്റെ ക്രമീകരണത്തിൻ്റെ കീഴിലാകുന്ന രോഗം. ആ രോഗത്തിന് മെഡിക്കൽ സയൻസ് അല്ല, എൻ്റെ കർത്താവ് പേരിട്ടത്. വായിക്കാം, മത്തായി 25:5. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു, ഉറങ്ങി. 2 കാര്യം: 1 മയങ്ങി, 2 ഉറങ്ങി. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? 1 ഉറക്കത്തിൻ്റെ മുന്നോടിയാണ് മയക്കം. സയൻസിൻ്റെ ഭാഷയിൽ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കട്ടിലേക്ക് കയറി കിടക്കും, ഉറങ്ങാൻ കിടക്കുക കോൺഷ്യസ്, സബ് കോൺഷ്യസ് ഉറങ്ങുമല്ല ഉണങ്ങുമല്ല. അത് സങ്കീർത്തനം വായിക്കുമ്പോൾ ചിലർക്ക് കാണാം, ദൈവദാസന്മാർ സങ്കീർത്തനം വായിക്കുമ്പോൾ സബ് കോൺഷ്യസ് അല്ലേ, ഉറക്കം, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കർത്താവ് പറയുക, മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ആത്മീയ ലോകത്തിൽ 2009 ശേഷം 2010 മുതൽ ഏതാണ്ട് 9 വർഷമായി ഞാൻ ഉൾപ്പെടെയുള്ള സഭകളിലെ അനേകരെ ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗമാണ് മയക്കം പിടിച്ചൊരുറക്കം. ശ്രദ്ധിച്ചേ, 9:30 മണിക്ക് പോകേണ്ട ട്രെയിൻ പിടിക്കണം. എത്ര മണിക്ക് നമ്മൾ പോകും? പറഞ്ഞാൽ നിങ്ങളും ചിന്തിച്ച് സാവകാശത്ത് ചിന്തിച്ചോണം. നാളെ 8:25 വേണാടിന് എനിക്ക് കോട്ടയത്തുനിന്ന് പോകണം. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന സാറിനോട് പറഞ്ഞിട്ടുണ്ട് 7:40 വീട്ടിൽ വന്നേക്കണം. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് 7:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കണം, 7:40 എനിക്ക് പോകണം, 8 മണി കഴിയുമ്പോൾ കോട്ടയത്ത് ചെല്ലണം, അതേ കയറി പോകണം മീറ്റിംഗ് എറണാകുളം. നമ്മളെ തയ്യാറാകിയാലേ 9:30 ഓഫീസിൽ കയറണം. എങ്ങനെയാണ് പോകുന്നത്? രാവിലത്തെ ബഹളം കണ്ടോ? ഞാനൊരു വീട്ടിൽ താമസിച്ച ഒരു ബാങ്കിലെ ഓഫീസറാ ലേഡി. ആ സഹോദരൻ പോകാൻ എനിക്ക് സങ്കടം തോന്നി. നല്ല സൂപ്പർ ദോശ, ഒന്നാന്തര സംബന്ധി, മനസ്സിലായി. എന്നെ രുചിയായിരുന്നു അറിയാവും. ഞാനും അവരുടെ ഹസ്ബൻഡ് ഒരു സാറാ, അദ്ദേഹം ഞങ്ങൾ കഴിച്ചോ, മക്കൾക്കും കൊടുത്തു. ഒടുവിൽ ഈ പാവം പിടിച്ച സഹോദരി എല്ലാം ഉണ്ടാക്കിയിട്ട് കണ്ടേച്ചു പോയി, കഴിച്ചില്ല. ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഇത് കഴിക്കാത്തന്നെ? അത് പറ്റത്തില്ല സാറേ, കീ എൻ്റെ ഇല്ല, ഞാൻ അവിടെ ചെല്ലണത് കണ്ടു കൊതിച്ചു പോയി. ദോശയെന്ന് സംബന്ധി നിന്നുകൊണ്ടിരുന്ന താക്കോല് ബാങ്കിൻ്റെ പുള്ളിക്കാരത്തിൻ്റെ കയ്യിലാണ്, പണി കാണത്തില്ല. ചെന്നു കോളേജിൽ പോകണമെങ്കിൽ, സ്കൂളിൽ പോകണമെങ്കിൽ, ഹൈസ്കൂളിൽ പോകണമെങ്കിൽ എത്ര സമയത്തിന് നമ്മൾ ചെല്ലും? ശരിയാണോ? ഒന്ന് ചിന്തിച്ചേ. മയക്കം ഞാൻ കാണിക്കാം. ഏത് കാര്യത്തിന് സമയം, അല്പം മണ്ണെണ്ണ റേഷൻ കട ഫ്രീ ഉണ്ട്, ക്യൂ നിൽക്കാൻ എപ്പം പോയി നിൽക്കും? ശരിയാണോ? എവിടം വരെ നമ്മൾ നിൽക്കും? പക്ഷെങ്കിൽ മയക്കം പിടിച്ചുറങ്ങുക. എല്ലാ കാര്യത്തിനും നമ്മൾ ഞാനൊരു ഒരുക്കം കണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ ജില്ലയിലാണ്, പത്തനംതിട്ടയിൽ, ഇവിടുന്നല്ല, കുറച്ച് അകലെയാ. ആ പെങ്കൊച്ചിൻ്റെ പേര് ഞാൻ പറയാം, റീന. രാവിലെ 7:15 കൊച്ചിന് ഒരു മോനേ ഉള്ളൂ, ഈ മോൻ്റെ അത്രയേ ഉള്ളൂ, LKG കണ്ടു പഠിക്കുന്നതിന് കൊച്ചാ. അതിനെ വിടാം. ആ പെങ്കൊച്ചു പെട്ട പാട്. 7:20 അവനല്ലോ അറിയണോ? എടാ 7:20 അവൻ അന്നേരം ഷഡ്ഡിയ നിൽക്കുക. പെറ്റ അമ്മയാ വല്ലതും കൊടുക്കാൻ വിടാൻ നോക്കുമോ? ഇഡ്ഡലി നീട്ടുപോകട്ടെ, ഇങ്ങനെ കാണിക്കും. ഒരു തരത്തിൽ കുത്തി എടാ 7:22 അവൻ ഞാനും നോക്കിയത് എങ്ങനെയാകുമെന്ന്. കാരണം അവൾ പറഞ്ഞു, സാറേ 7:29 മഞ്ഞ പെയിൻ്റ് അടിച്ച വണ്ടി വന്ന് കീക്കിയത് ഒരു ഓൺ അടിക്കും. അന്നേരം കൊച്ചിനെ അവിടെ കൊണ്ട് അതങ്ങ് പോകും. പിന്നെ ഞാൻ 200 രൂപ ചിലവാക്കണം. അതിൻ്റെ ഒരുക്കം എൻ്റെ പൊന്നെ, ആ പെങ്കൊച്ചതിനെ ഒരുക്കിയത് ഞാൻ കണ്ട് 3 മിനിറ്റ്. സോക്സ് പിടിച്ചു, ഷർട്ട് പിടിച്ചു, ഷൂസ് പിടിച്ചു, എല്ലാം. ഒരു ചെറിയ അബദ്ധം, തിരക്കിൽ ടെൻഷൻ കൊണ്ട് പറ്റിയതാണ്. ഞാനാ തിരുത്താൻ പറഞ്ഞത്. അത് ചെയ്ത പണി കേൾക്കണോ? വെപ്രാളത്തിൽ ടൈ എടുത്ത് അരയിലും കിട്ടി, ബെൽറ്റ് എടുത്ത് കഴുത്തേലും കിട്ടി. ഞാനാ പറഞ്ഞ മോളെ തെറ്റിപ്പോയി. എൻ്റെ പൊന്നങ്കിള്, ഇതിങ്ങനായി ചെറുക്കൻ്റെ കാര്യം. പക്ഷെ ആ കൊച്ചിനെ ഞാൻ അഭിനന്ദിക്കുന്നു. 7:28 ഷഡ്ഡിയെല്ലാം മാറ്റി സൂപ്പറായിട്ട് കൊച്ചിനെ കൊണ്ട് ഗേറ്റിൽ അവതരിപ്പിച്ചു. മണവാളൻ താമസിക്കുമ്പോൾ മയക്കം പിടിച്ചുറങ്ങും. ഇനിയും പറയുമ്പോൾ നിങ്ങളോട് പിണങ്ങും. 9:30 മണിക്ക് ആരാധന. എത്ര പേര് കാണും? പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന 10:30. എത്ര പേര് കാണും? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 9:30 ആരാധന. ഡോക്ടറെ കാണുന്ന ഇപ്പൊ എത്ര നേരത്തെ ആക്കൂ? 38ാമത്തെ ടോക്കൺ മേടിച്ചാലും 7:30 പോയിരിക്കും.
ശരിയാണോ? ടോക്കൺ നമ്പർ 38 12:45 വന്നാൽ മതി എന്ന് നേഴ്സ് പറഞ്ഞാൽ 10:30 പോയിരിക്കും. യഥാർത്ഥ ഡോക്ടറെ കാണാനും വരുന്ന സമയം കണ്ടോ? ഈ ലോകത്തിലെ ഡോക്ടറെ കാണാൻ 38ാമത്തെ ടോക്കൺ കിട്ടിയിട്ടും അത് 1:30 കാണാനൊക്കത്തുള്ള അറിയാം. എന്നിട്ടും 10:30 വെളിയിൽ പോയി നത്തിരിക്കുന്ന പോലെ ഇരിക്കുകയല്ലേ? സാക്ഷാൽ മഹാവൈദ്യന്റെ ഒരിക്കൽ വരാൻ വെച്ചിരിക്കുന്ന സമയത്തിന് എത്ര പേര് വരും? നിങ്ങളൊന്ന് ചിന്തീരെ. മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും നമ്മളെ കറക്റ്റ് ചെയ്യണം ദൈവമക്കളെ. നമ്മൾ വേറെ ആരെയും കുറ്റം പറയണ്ട. നമുക്കൊന്ന് ഉത്സാഹമെടുക്കാം, നമുക്കൊന്ന് പോകാൻ തയ്യാറാകാം. ആത്മീയ കാര്യങ്ങൾക്ക് അവധി വെക്കാതെ ഇവിടെ തീരാൻ പോകുക അവസരങ്ങൾ, സംഗതികളെല്ലാം മാറാൻ പോകുക. നോക്കിക്കേ, ഒടുവിലത്തെ ചാൻസാണ് എനിക്ക് നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. ഇനി അവസരമില്ല. മണവാളൻ താമസിക്കുമ്പോൾ മയക്കം പിടിച്ചുറങ്ങുന്നു. അല്ലേ? എല്ലാത്തിനും ഒരു മയക്കം, ബാക്കിയൊന്നിനും ഒരു കുഴപ്പമില്ല. കല്യാണമാണെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പേ സാരിയും ഷർട്ടും ഡ്രൈ ക്ലീനിന് കൊടുക്കും. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് പോകാൻ മാത്രം മയക്കം. എന്താ? ലോകം നമ്മളെ പിടിച്ചിടുന്നില്ലേ? സൗകര്യങ്ങൾ നമ്മളെ പിടിച്ചിടുന്നില്ലേ? പച്ച മലയാളത്തിൽ ചിന്തിച്ചേ. സാഹചര്യങ്ങൾ നന്നായി, നല്ലപോലെ പണമായി, ബാങ്കിനകത്ത് കാശ് കിടപ്പുണ്ട്, അല്ല മക്കളോട് വിളിച്ചു പറഞ്ഞ പണം വരും, ആരോഗ്യമുണ്ട്, വാഹനം കയ്യിലുണ്ട്, ശരിയല്ലേ? പല വിധത്തിലുള്ള വരുമാനം നമുക്കുണ്ട്, നാട്ടിലൊരു പെരുമയുണ്ട്. അതുകൊണ്ട് തമ്പുരാന്റെ തലക്കനം കാണിച്ചാൽ നീ എടുക്കപ്പെടത്തില്ല. സ്തോത്രം. എനിക്കറിയാം എല്ലാവർക്കും ഇത് ദഹിക്കത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ എല്ലാവരും സ്വർഗത്തിൽ വരണം. ഈ ഒരു കാര്യത്തിന് തമ്പുരാൻ യാതൊരു തരത്തിലുള്ള അയവും തരത്തില്ല. ഈ രോഗത്തിൻ്റെ പേരാണ് സ്പിരിച്വൽ എന്തുവിശ്വാസമില്ല, ആത്മീയ ഉത്സാഹമില്ല, എല്ലാം ഒരു അയഞ്ഞ രീതി. ആശീർവാദം പറയും മുന്നേ എഴുന്നേക്കും. ഇല്ലേ? വാച്ച നോക്കി കാണിക്കും. ഡോക്ടറുടെ വെളിയിൽ പോയി ആ വാച്ച് അവിടെ നോക്കണ്ട. നിങ്ങൾ ചിന്തിച്ചേ, ഒരു ജോലിക്ക് അപേക്ഷയ്ക്ക് പോയി, അവിടെ ഒരു കുഴപ്പമില്ല. തമ്പുരാൻ എല്ലാം തരുന്നവനാ. ഡോക്ടർ പരാജയപ്പെടുമ്പം വിജയിക്കുന്ന ഡോക്ടറാ കൂടെയുള്ളത്. സമ്പത്ത് പരാജയപ്പെടുമ്പം തരുന്നവനാ കൂടെയുള്ളത്. ആത്മീയമായി ദൈവമക്കളെ, നമ്മൾ ഉറങ്ങരുതേ. നമ്മളെ ഒന്ന് ഉണർത്തണം. ഈ ക്രൂസൈഡ് അതിനിടയാകണം. ഒരു തീരുമാനം. ഈ തലമുറയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ ഇരിക്കുന്ന ഒരെണ്ണത്തിന് ശവപ്പെട്ടി വേണ്ട. എനിക്ക് കർത്താവ് തന്ന ദർശനപ്രകാരം ഏത് രാജ്യത്ത് ചെന്നാലും തമ്പുരാൻ തന്ന ദർശനമാണ്. ഇതുപോലെ സ്റ്റേജിൽ ഇരുന്നിട്ട് എന്നോടൊപ്പം ഇരിക്കുന്ന ദേവദാസന്മാരുടെ എവിടം വരെ ലൈറ്റ് ഉണ്ടോ അവിടം വരെ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവരുടെ മുഖത്തോക്കി ഞാൻ ഒരു നോട്ടം നോക്കും. തമ്പുരാൻ തന്ന ദർശനം എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ പ്രായം ഒന്ന് കണക്കൂട്ടാനാണ്. ഏതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് എവിടെയും ചെയ്തു ഒരു കുഴപ്പമില്ല. അല്പം മനഃശാസ്ത്രവും കണ്ണിൻ്റെ അടിയും കവളും തമ്പുരാൻ തന്ന പല്ലും കണ്ട പ്രായം അറിയാം. ആ കവല നീട്ടിയ പല്ലല്ല, തമ്പുരാൻ തന്ന പല്ല്. കണ്ണിൻ്റെ അടിയും കവളും ഒറിജിനൽ പല്ലും അല്പ സൈക്കോളജി ഉണ്ട്, പ്രായം അറിയാം. നിങ്ങളുടെ എല്ലാം മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ പ്രായം കണക്കൂട്ടി. എനിക്ക് വളരെ സന്തോഷമാണ്. ഇതിനകത്തിരിക്കുന്ന 99% പേരും വചനപ്രകാരം ജീവിച്ചാൽ പെട്ടി വേണ്ടാത്തവരാ. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരും. എന്നെ സാറേ അങ്ങനെ ചോദിക്കുന്നേ? ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റാ മിസ്റ്റർ ഫ്രാങ്ക് ഹിൽ. അദ്ദേഹത്തെ വെല്ലാൻ ഒരു സോളാർ സയൻറ്റിസ്റ്റ് ഇന്ന് ലോകത്തിലെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെങ്കിലും ഞാൻ തരാം. അദ്ദേഹം എന്നതാ പറഞ്ഞത്? ഇന്ത്യയിൽ നിന്ന് വരെയുള്ള ശാസ്ത്രജ്ഞന്മാരെ ഇങ്ങോട്ട് വിളിച്ച് അടിയന്തര പത്രസമ്മേളനം കൂടി കൊടുക്കാൻ പറഞ്ഞ ലോകത്തോട് വാർത്ത. അദ്ദേഹം പറഞ്ഞത് വാർത്ത കൊടുത്തു, തെളിവ് സഹിതം കൊടുക്കാൻ പറഞ്ഞു. ഇന്ത്യൻ പത്രത്തിലും കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അദ്ദേഹം പറഞ്ഞ വാക്ക് കേൾക്കണോ? സൂര്യന് ക്ഷയരോഗം. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ ഒരു സെക്കൻഡിൽ 1.5 കോടി ഡിഗ്രി ചൂടിൽ 60 കോടി ടൺ ഹൈഡ്രജൻ കത്തി ഹീലിയമാകുന്ന സൂര്യൻ. നമുക്കെല്ലാം വെളിച്ചവും ചൂടും പ്രകാശവും വൈറ്റമിനും തരുന്ന സൂര്യൻ. അവന് ക്ഷയരോഗം. അത് സയൻസിൻ്റെ ഭാഷ. ക്ഷയരോഗി ചുമച്ച് തുപ്പുന്നപോലെ അവനും തുപ്പുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചതാ. 3 ഭാഗം സൂര്യൻ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. അകത്തായി കുഴച്ചിൽ. ഇനി 500 കോടി വർഷം എരിയാനുള്ള ഇന്ധനം സൂര്യൻ്റെ അകത്തുണ്ട്. പക്ഷെങ്കിൽ സൂര്യന് ക്ഷയരോഗം. എന്താ? ആർക്കും അറിയാൻ മേല. ഒരു കൺട്രോളും ഇല്ലാതെ ഇന്ധനം തുപ്പുന്നു. അതിൻ്റെ പേര് CME. ചാക്കോമത്തായി ഇളങ്ങിക്കലെന്നല്ല, കൊറോണൽ മാസ് ഇജക്ഷൻ. സൂര്യൻ്റെ അകത്തെ ഇന്ധനം മുഴുവൻ കണക്കില്ലാതെ തുപ്പുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ നിന്ന് പോകുന്നില്ലേ? BSNLൻ്റെ കുറ്റമല്ല, ഐഡിയയുടെ കുറ്റമല്ല.
എയർടെല്ലിൻ്റെ കുറ്റമല്ല. ചിലപ്പം നിങ്ങളുടെ ഫോൺ നിന്ന് പോകുന്നില്ലേ? എന്താണെന്നറിയാവോ? വില്ലനാ പുള്ളിയാ, CME അടിച്ച് തകർത്തതാ. ചിലപ്പം ഫോൺ ചത്തില്ലേ, വിളിച്ചു പറയാൻ 2 ചെല്ലുമ്പോൾ ജീവൻ വെച്ചില്ലേ, CME. TV ചിലപ്പോൾ നിന്ന് പോയി നോ സിഗ്നൽ എന്ന് എഴുതി കാണിക്കുന്നില്ലേ, അതിൻ്റെ കുറ്റം ഏഷ്യാനെറ്റിൻ്റെ അല്ല, അല്ലെ ഒരു ചാനലിൻ്റെ അല്ല, ഈ വില്ലൻ മറ്റേ പുള്ളിയാ അടിച്ച് തകർത്തതാ, CME. അതിൻ്റെ വേറൊരു എഫക്റ്റാ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. അപ്പോൾ ഒരു വശത്ത് തണുപ്പ്, സംഗതി തെറ്റി. നിങ്ങൾക്കറിയാവോ, ചിക്കാഗോക്കാരോടും ജോലി ഇന്നത്തെ തണുപ്പ് കേൾക്കണോ? അവരുടെ ചിക്കാഗോ പത്രത്തിൻ്റെ ഭാഷയാണ് ഇന്നത്തെ എവറസ്റ്റ് ക്ലൈമറ്റ്. എവറസ്റ്റിൽ ഇന്ന് 60 ഡിഗ്രി മൈനസാ. ആ തണുപ്പാണ് ഇന്ന് ചിക്കാഗോയിൽ. ഗവൺമെൻറ് ഓഫീസും പ്രൈവറ്റ് കമ്പനി എല്ലാം അടച്ചു, വഴിയിലെങ്ങും ആരുമില്ല. പ്രൈവറ്റ് കമ്പനികൾ വരെ അടച്ചു, ആരും വരണ്ടെന്ന്. -60. ഹോസ്പിറ്റലിലെ നേഴ്സസ് പറഞ്ഞ് വീട്ടിൽ പോകണ്ട, അവിടെ ഇരുന്നോളാൻ. അപ്പോൾ ന്യൂഡൽഹി തണുക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഈ ഭൂമിക്ക് അല്ല ഈ ക്ലൈമറ്റ് മാറിയ കണ്ടോ? സൗദി അറേബ്യ 30 പേര് വെള്ളം പൊങ്ങി ചത്തു. ഇതെന്താ? നമ്മൾ പറയും ഷട്ടർ പൊത്തില്ല, ഷട്ടർ താത്തില്ല. അതിന് വേറെ കാര്യം അറിയാവോ? അതൊന്നും അല്ല കാര്യം. നമ്മൾ പറയും ഷട്ടർ പൊക്കിയില്ല, ഷട്ടർ താത്തില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥൻ ഹോട്ടലിൽ പോയിരുന്നു. ഇതൊക്കെ നമ്മൾ പറയും. മന്ത്രി ജർമ്മനി പോയി. ഇതൊന്നും അല്ല ദൈവമക്കളെ. നോക്കിക്കേ, കുവൈറ്റിൽ എത്ര ഷട്ടറുണ്ട് പൊക്കാൻ? 28 എണ്ണം ചത്തിട്ട് ദുഃഖത്തോടെ മന്ത്രി അങ്ങ് പോയി, രാജിവെച്ചറിയാവോ? സൗദി അറേബ്യ 30 പേരാ മരിച്ചത്. വെള്ളപ്പൊക്കം ചൈന, ഇന്തോനേഷ്യ, ഹൂസ്റ്റൺ. കാലാവസ്ഥ കലിതുള്ളുന്നു. ഒരു വശത്ത് കൊടുംചൂട്, ഒരു വശത്ത് കൊടുംതണുപ്പ്. പക്ഷെ ദുഃഖമുണ്ട് പറയാൻ. 2004 നടന്നൊരു സംഭവത്തിൻ്റെ റിയാക്ഷൻ അറിയാവോ? ഈ ഭൂമിയുടെ സിസ്റ്റം തെറ്റിപ്പോയി. ഈ ഭൂമി 2.5 ഇഞ്ച് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 13:13 2006 ഡിസംബർ 26 നിവർത്തിച്ചു. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥ മാറി. സൂര്യനെ കുറിച്ചാണെന്ന് പറയാൻ പോവുക. എന്താ നിങ്ങൾക്ക് പെട്ടി വേണ്ടെന്ന് പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ തുടർന്നാൽ 2024-നും 26-നും ഇടയിൽ ഈ സൂര്യൻ മരിച്ചു പോകുമെന്നല്ല അദ്ദേഹം പറയുന്നത്. ഈ സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകും. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. ഈ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം ഈ നിലയിൽ തുടർന്നാൽ 2024-നും 26-നും ഇടയിൽ, ഇത് 2019 ആണല്ലോ, എത്ര വർഷമാണ് നിങ്ങൾ കണക്കൂട്ടിക്കൂ, ഈ സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകും. അത് സയൻസ്. അത് മുന്നോട്ടോ പുറകോട്ടോ വരാം, ശാസ്ത്രമാണ്. എന്നാൽ മുന്നോട്ടോ പുറകോട്ടോ വരാത്തൊരു കണക്ക് തിരുവചനം പറയുന്നു. വായിക്കാം. വെളിപ്പാട് 6:12. ഈ സംഭവം നടക്കുന്നതിന് 3.5 വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടിരിക്കും. ഇനിയും വായിക്കാൻ പോകുന്ന സംഭവം നടക്കുന്നതിന് 42 മാസം മുമ്പേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്നവർക്ക് പെട്ടി വേണ്ട. വായിക്കാം. വെളിപ്പാട് 6:12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കണേ നമ്മൾ വിളിച്ചെല്ലണം. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കണമെങ്കിൽ നമ്മൾ എന്നൊരു പാട്ട് പാടണം സ്വർഗത്തിൽ ചെന്ന്. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നും ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു. ഇതങ്ങോട്ട് പാടിക്കഴിയുമ്പോഴാണ് ഈ വെടികെട്ടിന് കാണാമല്ലേ, സിഗ്നൽ കൊടുക്കുമ്പോൾ വെടി പൊട്ടിക്കുന്ന പോലെ. ഇത് പാടിക്കഴിയുമ്പോഴാണ് കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കുന്നത്. അപ്പോൾ കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കണമെങ്കിൽ ഇതിനകത്തിരിക്കുന്നവരെല്ലാം അങ്ങ് ചെല്ലണം. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 42 മാസം കഴിഞ്ഞിരിക്കും. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നോക്കിക്കേ, അത് തിരുവചനം. സയൻസ് പറയുന്നു സൂര്യൻ ദീർഘനിദ്രയ്ക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തലമുറ ശവപ്പെട്ടി വേണ്ടാത്ത തലമുറ. ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു, ഈ തലമുറയോടെ ഈ ഭൂമിയുടെ സുവർണത തീരും. ഒരു ഗോളത്തിലുമില്ലാത്ത ചില പ്രത്യേകത ഈ ഭൂമിക്കുണ്ട്. അതെല്ലാം തീരുന്നതിൻ്റെ സാക്ഷികളാണ് നമ്മൾ. ഇവിടെ മാത്രമേ കുടിക്കാൻ പറ്റിയ വെള്ളമുള്ളൂ, വേറെ എങ്ങുമില്ല. ഇവിടെ മാത്രമേ ഓക്സിജൻ ഉള്ളൂ. ഇവിടെ മാത്രമേ 12 മണിക്കൂർ രാത്രിയുള്ളൂ. എന്തിനാ? നമ്മൾ ഉറങ്ങിയില്ലേ നമ്മൾ ജീവിക്കത്തില്ല. അറിയാവോ? ഈ സിസ്റ്റം ഓഫാക്കിയില്ലേ വേറെ കുഴപ്പം. അറിയാമല്ലോ, ഉറക്കമില്ലാത്തതിൻ്റെ കുഴപ്പം എന്നതാണ്. അതിന് നമ്മളെ ഉറക്കാനായി ഇരുട്ടെ, അത് കൃത്യം 12 മണിക്കൂർ മതി. നമ്മുടെ അയൽവക്കക്കാരൻ ആരാന്നറിയാം? നമ്മൾ പറയുന്നില്ല വടക്കയിലെ ചേട്ടനെന്ന്. നമ്മുടെ അയൽവക്കക്കാരൻ്റെ പേരാ വീനസ്, ശുക്രൻ. അവൻ്റെ രാത്രി കേൾക്കണോ? ഒറ്റ ഇരുട്ടിയാൽ നേരം വെളുക്കാൻ 121 ദിവസം.
ശുക്രനിലെ രാത്രി 4 മാസം ഒറ്റ രാത്രി. ഉറങ്ങാൻ കൊതിയുള്ളവർ അങ്ങോട്ട് പോയാൽ മതി. 3 ഉറക്കം, ഒരു ബർത്ത്ഡേ. പക്ഷെ നമുക്ക് മാത്രം 12 മണിക്കൂർ രാത്രി. ഇവിടെ മാത്രം ഓക്സിജൻ, ഇവിടെ മാത്രം 98.54 ചൂടിന് ഈ ഭൂമിക്ക് ആവറേജ്. അതുകൂടെ കേട്ടോണം, ഭൂമിയുടെ ചൂട് 1000 ആവറേജ് 20 ഡിഗ്രി. ഇന്ത്യ 35, ഗൾഫ് 47, പടിഞ്ഞാറൻ രാജ്യങ്ങൾ മൈനസ്, ആവറേജ് 20. നമ്മുടെ അയൽവക്കക്കാരൻ, നമ്മുടെ ചേട്ടൻ ശുക്രൻ, അവൻ്റെ ചൂട് 282. ഇതിനെ എല്ലാം തമ്പുരാൻ മാറ്റി വെച്ചിരിക്കുന്നു. ആ ചൂട് മാറാൻ പോകുന്നു. 12 മണിക്കൂർ രാത്രി മാറാൻ പോകുന്നു. ശ്വസിക്കുന്ന ഓക്സിജൻ വിഷമാകാൻ പോകുന്നു. ദുഃഖത്തോടെ വിളിച്ചു പറയാം, നമ്മൾ മാറി 4 വർഷം കഴിയുമ്പോൾ ടാപ്പ് തുറന്നാൽ രക്തം. വെളിപാട് 8:8 നിങ്ങളത് വായിച്ചു. 2009 ശാസ്ത്രം അത് കണ്ടുപിടിച്ചു. 2011 കേരളത്തിലെ സയൻറ്റിസ്റ്റും അത് കണ്ടുപിടിച്ചു. ടാപ്പ് തുറന്നാൽ രക്തം. രാവിലെ ചായ ഇടുന്ന ചോരയ്ക്കകത്തെ നോക്കിക്കേ, അന്ന് ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്യും, ഇങ്ങോട്ട് വരുന്നത് ചോര. കുളിക്കുന്നത് ചോരയ്ക്കകത്തെ, ചായ ഇടുന്നത് ചോരയ്ക്ക്, മുഖം കഴുകുന്ന രക്തത്തിൽ. എന്നാൽ ഇന്ന് രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ രക്തമില്ലാത്ത ശരീരവുമായി അന്ന് സ്വർഗത്തിൽ. ഭൂമിയുടെ ഘടനകളെല്ലാം മാറുക. എല്ലാ സയൻസ് കണ്ടുപിടിച്ചു. ഓക്സിജൻ മാറും, വെള്ളം രക്തമാകും, 12 മണിക്കൂർ രാത്രി മാറും, ഒറ്റ സസ്യം കാണത്തില്ല. അറിയാവോ, ഒരു കെമിക്കൽ ആക്ഷൻ കൂടെ തമ്പുരാൻ നടത്തും. ഒരു പച്ചല ഈ ഭൂമിയിൽ കാണത്തില്ല, ഒറ്റ പച്ചല. അങ്ങനെ ഒരു ഊഷര ഭൂമി വരുമ്പോൾ, ഭൂമിയുടെ സുവർണത മാറുമ്പോൾ മഹോപദ്രവം എഴുകും. പിശാചിന് ഇതൊന്നും വേണ്ട, അവന് ഓക്സിജനും വേണ്ട, അവന് വെള്ളവും വേണ്ട, അവന് ഇതൊന്നും വേണ്ട, അവന് ചോര മതി. അവൻ ഇട്ടവ അവൻ അടിച്ച്. നമ്മുടെ വേസ്റ്റ് എല്ലാം തിന്നാൻ ഈ ഈ കല്യാണമൊക്കെ കഴിയുമ്പോൾ 4 കാലം കുറച്ച് പുള്ളികൾ നിൽപ്പില്ലേ വേസ്റ്റ് അടിക്കാൻ. അതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല സാധനം ദൈവമക്കളാ, ദൈവത്തിന്. അത് മാറിക്കഴിഞ്ഞാൽ ഈ ഭൂമി വേസ്റ്റാ. അതെടുക്കാൻ ഒരുത്തൻ വരുന്നു. അതിനു മുമ്പ് നമുക്കൊന്ന് ഒരുങ്ങാം, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാം, രക്ഷയുടെ വില കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ടിക്കറ്റ് എടുക്കാം. ഉത്സാഹത്തിൻ്റെ പരിപാടി. ആവശ്യമില്ലാത്ത ബാഗേജ് ഒന്നും എടുക്കാതെ സൽപ്രവൃത്തിയുടെ ബാഗേജുമായി ഒരുങ്ങാം. എൻ്റെ പ്രിയൻ ഈ തലമുറയിൽ വരും. ഈ അയോഗ്യതകൾ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.